بسم الله الرحمن الرحيم. या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा तू है आशिक़े नबी सबको ये बताए जा मुस्तफा के इश्क में महफिलें सजाए जा तू है आशिक़े नबी सबको ये बताए जा मुस्तफा के इश्क में महफिलें सजाए जा जश्न आमदे नबी जश्न आमदे नबी देश तू मनाए जा देश तू मनाए जा या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा दामने नबी पकड़ और खुदा का नाम ले परिचमे नबी को तू आगे बढ़ के थाम ले। अस्सलामु अलैकुम व रहमतुल्लाहि तआला व बरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। बिस्मिल्लाहिल अज़ीमिल क़ुद्रति वश्शान शदीदिल बत्शि वल बुरहान हाफ़िज़िद्दीन वल क़ुरआन मा शाअ अल्लाहु कान। बिस्मिल्लाहि मा लम यशअ लम यकुन ला हौला वला क़ुव्वता इल्ला बिल्लाहिल अलिय्यिल अज़ीम। इन नुरीदु इल्लल इस्लाह मस्ततअतु वमा तौफीक़ी इल्ला बिल्लाहि अलैहि तवक्कलतु व इलैहि उनीब। रब्बि इश्रह ली सदरी व यस्सिर ली अम्री वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। बिस्मिल्लाहिर रहमानिर रहीम। इय्याक नअबुदु व इय्याक नस्तईन। इहदिनस सिरातल मुस्तक़ीम। सिरातल लज़ीना अनअमता अलैहिम गैरिल मग़लूबि अलैहिम वलद्दाल्लीन। रब्बिग़फ़िर ली आमीन। सदक़ल्लाहु मौलानल अलिय्युल अज़ीम। वक़ाल अन्नबिय्यु सल्लल्लाहु अलैहि वसल्लम अद्दुआउ हुवल इबादा। सदक़ रसूलुल्लाहि। या खैरा मन दुफ़िनत बिल्क़ाइ अअलमुहु फताब मिन तीबिहिन्नल क़ाउ वल अकुमू। नफ्सी फ़िदाउल लिक़ब्रिन अन्त साकिनुहु फ़ीहिल अफ़ाफ़ु व फ़ीहिल जूदु वल करमू। समादरणीयराയ പണ്ഡിതന്മാർ, ആദരണീയരായ സാദാത്തുക്കൾ, സ്നേഹമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ പ്രദേശത്തെ വൈജ്ഞാനിക മേഖലകളിൽ
മഹത്തായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിസരത്തെ സ്ഥാപനമായ ഹിദായ, ആ ഹിദായയിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഒരുക്കിയ തൗഹീദ് ക്യാമ്പയിനിന്റെ സമാപനമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയുടെ ജീവിത വഴികൾ അവന്റെ ജീവിതത്തിന് അനുഗുണമായ രൂപത്തിൽ രൂപപ്പെടുത്തി പാകപ്പെടുത്തി കൈമാറിയിട്ടുള്ള ഇലാഹിയായ ദർശനങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മഹാനരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന പര്യവസാനത്തോടുകൂടെ പരലക്ഷം വരുന്ന പ്രവാചക ശൃംഖലയിൽ നിന്ന് ആ പ്രബോധന ദൗത്യം പണ്ഡിതന്മാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ആ പണ്ഡിതന്മാരിലൂടെ ഈ ലോകാന്ത്യം വരെ അത് നിലനിൽക്കുകയും ചെയ്യുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രപഞ്ചാന്ത്യം വരെ നിലനിൽക്കാനുള്ളതായതുകൊണ്ട് ആ പ്രമാണങ്ങളെ പ്രപഞ്ചത്തിന്റെ അന്ത്യം വരെ പരിരക്ഷിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുത്ത ദൗത്യമാണ്. ആ പ്രമാണങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി പടച്ചതമ്പുരാൻ തെരഞ്ഞെടുത്ത സുതാര്യവും സത്യസന്ധവുമായ ഒരു വഴിയുണ്ട്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രമാണത്തെ പരിരക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വരകളെയും വരികളെയും അക്ഷരങ്ങളെയും പിന്തുണ തേടി വരികളിലൂടെയും വരകളിലൂടെയും അക്ഷരങ്ങളിലൂടെയും പ്രമാണങ്ങളെ പ്രപഞ്ചാന്ത്യം വരെ പരിരക്ഷിക്കുക എന്ന ദൗത്യമല്ല അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുള്ളത്. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തേക്ക് കൈമാറുമ്പോൾ തന്നെ ആ ഖുർആനിന്റെ സംരക്ഷിത മേഖലയെ അല്ലാഹു തആല സുരക്ഷിതമായി ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കേവലം ഭാഷയുടെയും അക്ഷരങ്ങളുടെയും വരികളുടെയും പിന്തുണയോടുകൂടെ സ്വയത്തമാക്കാവുന്ന സന്ദേശങ്ങൾക്കപ്പുറം ഉടമയായ റബ്ബിൽ നിന്ന് അടിമകളാകുന്ന മനുഷ്യരിലേക്ക് നൽകപ്പെടുന്ന ഇലാഹിയായ ദർശനങ്ങൾ എന്ന നിലക്കു തന്നെ ആ ഇലാഹിന്റെ ദൂതനിൽ നിന്നുള്ള കൃത്യമായ വിവരണങ്ങളും വിശദീകരണങ്ങളും ഇല്ലാതെ ആ പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കില്ല എന്നതുകൊണ്ട് അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ള അറേബ്യൻ സമൂഹത്തിന്റെ കൈകളിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രതിയെ നൽകിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രബോധന മേഖലയെ സഹായകമായ രൂപത്തിൽ അല്ലാഹു തആല സഹായിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു കോപ്പിയെ ഹബീബിന്റെ കൈകളിലേക്ക് കൈമാറി ആ ഖുർആനികമായ കോപ്പികൾ ലോകത്ത് അറബികൾക്കിടയിൽ വിതരണം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സന്ദേശങ്ങളെയും സമൂഹം സ്വീകരിക്കട്ടെ എന്ന നിലപാടിൽ നിന്ന് ഭിന്നമായി പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതെങ്ങനെയാണ്? വ്യത്യസ്തങ്ങളായ സമയങ്ങളിലും സന്ദർഭങ്ങളിലും അല്ലാഹുവിൽ നിന്നുള്ള വഹികളായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകനിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ വഹികൾ അല്ലാഹു തആല നൽകുകയാണ്. എന്തുകൊണ്ട് അറേബ്യൻ സമൂഹത്തിലെ അഗാധമായ പാണ്ഡിത്യമുള്ള അറബികളിലേക്ക് ഒരു കോപ്പിയായി ഖുർആൻ നൽകാതെ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള വിശദീകരണത്തിന്റെ പിന്തുണയോടുകൂടെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തേക്ക് കൈമാറുന്നതിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് വിശദീകരണം നൽകുകയാണ്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ്. നബിയെ, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രമാണത്തെ ഒരു കോപ്പിയാക്കി അറബികൾക്കിടയിലേക്ക് കൊടുക്കാനുള്ള രൂപത്തിൽ അങ്ങയുടെ കൈകളിലേക്ക് തന്നുകൊണ്ട്
ഭാഷ അറിയുന്ന ഒരു അറേബ്യൻ സമൂഹത്തിന് ഭാഷയുടെ പിൻബലത്തിൽ ഖുർആൻ മനസ്സിലാക്കാൻ വിട്ടുകൊടുക്കാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പിൻബലത്തിലും വിശദീകരണത്തിലുമായി ഖുർആൻ നൽകുന്നതിന് വേണ്ടി അല്ലാഹു തആല വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഗുരുനാഥനാകുന്ന നബിയിലേക്ക് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. വഅൻസൽനാ ഇലൈക ദിക്ർ, എന്തേ അങ്ങയിലേക്ക് നേരിട്ട് സന്ദർഭോചിതമായി നിങ്ങൾക്ക് ഇത് നൽകാനുള്ള കാരണം ലിതുബയ്യിന ലിന്നാസ്, ഭാഷ അറിഞ്ഞതുകൊണ്ട് ഖുർആൻ അറിയില്ല, അറബി അറിഞ്ഞതുകൊണ്ട് പരിശുദ്ധമായ കലാം അറിയില്ല. ആ ഖുർആനിലെ അറബി ഭാഷകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് വിശദീകരണം തരാതെ പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും അറബി അറിഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അറേബ്യൻ സമൂഹത്തിലുള്ള ഏതൊരു സാധാരണ പൗരനും ഭാഷ അറിയുന്നു എന്ന കാരണത്താൽ ഒരു അറബി ഒരു ഖുർആൻ പണ്ഡിതനാകുമായിരുന്നു. അങ്ങനെ അറബി അറിഞ്ഞവരെല്ലാം ഖുർആൻ പണ്ഡിതരാകാതിരുന്നത് എന്തുകൊണ്ട്? ഭാഷയുടെ പിൻബലത്തിൽ സ്വയത്തമാക്കാവുന്ന സന്ദേശങ്ങളല്ല പരിശുദ്ധമായ ഖുർആനിൻ്റെത്. മനുഷ്യ ജീവിതത്തിലെ കേവലം ഒരു ഭരണഘടന എന്നത് മാത്രമല്ല ഖുർആനിന്റെ സവിശേഷത. ഉടമയാകുന്ന റബ്ബിൽ നിന്ന് അടിമകളാകുന്ന മനുഷ്യരിലേക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഇലാഹിയായ ദർശനങ്ങളാണ്, അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ കേവല ഭാഷയുടെ പിൻബലത്തിൽ തിരിച്ചറിയാവുന്ന സന്ദേശങ്ങളല്ലെന്നും ഒരു ഗുരുനാഥനിൽ നിന്നുള്ള കൃത്യമായ വിവരണം അതിനാവശ്യമാണെന്നും ഞാൻ മേലുദ്ധരിച്ച ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു മൗലവി തന്നെ അർത്ഥം നൽകുകയാണ്. വിശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ചില കക്ഷികളുണ്ടല്ലോ, അവർക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. കാരണം ഈ ഖുർആൻ ഏതൊരു ദൂതനിലേക്കാണോ അല്ലാഹു തആല അവതരിപ്പിച്ചതെങ്കിൽ ആ ദൂതന് അല്ലാഹു നൽകിയ മറ്റൊരു ഡ്യൂട്ടി കൂടിയുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഓ നബിയേ, താങ്കൾക്ക് നാം ഈ ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, അഥവാ ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. എന്തിന്? ഈ ഖുർആൻ മാത്രം അങ്ങ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഖുർആൻ മാത്രം നോക്കിയിട്ട് ഒരാൾക്ക് ഇവിടെ ദീൻ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ആ ഖുർആനിന്റെ ഭാഷ മാത്രം ഒരാൾ മനസ്സിലാക്കിയത് കൊണ്ട് ഖുർആൻ തിരിയുമോ? എങ്കിൽ അറബി സാഹിത്യത്തിന്റെ ഏറ്റവും തറവാട്ടിലെ കാവലാളുകളായിരുന്ന അറേബ്യൻ ജനതക്ക് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകേണ്ടതായിരുന്നു. പക്ഷേ ചരിത്രം നേരെ മറിച്ചാണ് പഠിപ്പിക്കുന്നത്. ചരിത്രം പഠിപ്പിക്കുന്നത് അറബി ഭാഷ അറിഞ്ഞതുകൊണ്ട് ഒരിക്കലും തന്നെ സഹോദരന്മാരെ അറബികൾ എല്ലാവരും പണ്ഡിതന്മാരായിട്ടില്ല. മറിച്ചൊരു ഗുരുനാഥന്റെ വിശദീകരണം ആവശ്യമാണ്. ആരാണ് ആ ഗുരുനാഥൻ? ലിതുബയ്യിന ലിന്നാസ്, നബിയെ അങ്ങാകുന്ന ഗുരുനാഥനിൽ നിന്നുള്ള കൃത്യമായ വിശദീകരണങ്ങളില്ലാതെ ഒരിക്കലും തന്നെ ഭാഷ കൊണ്ട് ഖുർആൻ തിരിച്ചറിയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിക പ്രമാണത്തെ പ്രപഞ്ചാന്ത്യം വരെ പരിരക്ഷിക്കാനുള്ള പ്രഥമ ഘടകത്തെ പ്രാഥമികമായ കണ്ണിയായി ചേർത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അത് കൃത്യവും വ്യക്തവുമായി വിശദീകരിച്ചു കൊടുത്തു. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചു കൊടുത്തത്? അറബി ഭാഷയിലാണ് വിശദീകരിച്ചു കൊടുത്തത്. അറബി ഭാഷയിൽ അല്ലാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചു കൊടുത്തു എന്നതുകൊണ്ട് മാത്രവും ഭാഷയുടെ പിൻബലത്തിൽ അത് ഒരിക്കലും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിത വഴികളെ കുറിച്ച്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്താണോ മനുഷ്യ ജീവിതത്തിന്റെ സന്ദേശമായി പരിശുദ്ധമായ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്, ആ ഉത്ബോധനങ്ങൾക്ക് ജീവിതം കൊണ്ട് അർത്ഥം പകരുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ
അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചത് കേവലം വാചകങ്ങളിലൂടെയും വരികളിലൂടെയുമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പാഠശാലയിൽ നിന്ന് തന്റെ വിശുദ്ധമായ ജീവിത തലങ്ങളിലൂടെ പരിശുദ്ധമായ ഖുർആനിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർത്ഥം പകരുകയാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ഖുർആനിന് വിശദീകരണമായി നമ്മൾ കൂടെ ചേർക്കുന്ന സുന്നത്ത് എന്താണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളും വരകളും വരികളും മാത്രമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ സുന്നത്താണ്, അവിടത്തെ പ്രവർത്തനം സുന്നത്താണ്. ഒരു വേള അള്ളാഹുവിന്റെ ഹബീബിന്റെ നിശബ്ദത പോലും ഇസ്ലാമിക പ്രമാണത്തിലെ തെളിവും ഖുർആനിന്റെ വിശദീകരണവുമായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടുതന്നെ അള്ളാഹുവിന്റെ ഹബീബും പരിശുദ്ധമായ ഖുർആനിനെ പരിരക്ഷിക്കുവാൻ അക്ഷരങ്ങളെയോ വരികളെയോ ഒരിക്കലും കൂട്ടുപിടിച്ചില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ജീവിതം കൊണ്ട് ഖുർആനിന് ഈണം പകരുകയും അർത്ഥം പകരുകയും ചെയ്തപ്പോൾ ആ അർത്ഥതലങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പാഠശാലയിൽ നിന്ന് വായിച്ചെടുക്കാൻ അവസരമുണ്ടായ അവിടത്തെ പ്രഗത്ഭരായ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് എന്താണ്? തറക്തു ഫീകും അംറൈനി ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. അല്ലയോ ജനങ്ങളെ, വിശ്വാസികളെ, നിങ്ങളിലേക്ക് രണ്ടു വേണ്ടപ്പെട്ട പ്രമാണങ്ങൾ ഞാൻ കൈമാറി തരികയാണ്. ആ രണ്ടു പ്രമാണങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഭിന്നിച്ചു പോവില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വത്വവും സൗന്ദര്യവും അടിത്തറയുമാകുന്ന ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ആദർശപരമായ ഐക്യത്തിന്റെ അടിത്തറയിൽ നിങ്ങൾ കടിയുറച്ചു നിൽക്കണമോ? അതിന് ആവശ്യമായിട്ടുള്ള രണ്ടു പ്രമാണങ്ങൾ നിങ്ങളെ കൈകളിലേക്ക് ഞാൻ തരികയാണ്. കിതാബല്ലാഹി വസുന്നത്ത് റസൂലിഹി. ഒന്ന് ഖുർആനാണ്. ആ ഖുർആനിന് ജീവിതം കൊണ്ട് വിശദീകരണം കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണമാണ്. ആ വിശദീകരണത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ അവിടുന്ന് നിർവഹിച്ച വാക്കുകളുണ്ട്, വരകളുണ്ട്, അക്ഷരങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, നിശബ്ദതകളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് എങ്ങനെ? അക്ഷരങ്ങളിലേക്കല്ല. സ്വഹാബികളുടെ മുന്നിൽ നിങ്ങൾക്ക് ഞാൻ രണ്ടു പ്രമാണം തരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മേശപ്പുറത്ത് നമ്മൾ വെക്കുന്ന ഒരു ഖുർആനിനോ ഹദീസിനോ സമാനമായ ഒരു ഗന്ധീകൃത സ്വഭാവത്തെ തന്റെ മേശപ്പുറത്ത് അള്ളാഹുവിന്റെ ഹബീബ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് കൈമാറിയ ഖുർആനും ഹദീസും ഏതാണ്? ഖുർആനും ഹദീസും ഏതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അസ്ഹാബി കന്നജൂമി ഫബിഅയ്യിഹി മുഖ്തദൈതും ഇഖ്തദൈതും. അല്ലയോ ജനങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഈ പ്രപഞ്ചത്തിൽ സത്യത്തിന്റെ പ്രകാശങ്ങൾ പ്രജ്വലിപ്പിക്കുന്ന പ്രമാണ ഗ്രന്ഥമാണ്. ആ പ്രമാണത്തിന്റെ പ്രൗഢോജനമായ പ്രഭാകിരണങ്ങൾ പകർത്താൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ? അവർക്ക് ആ ഖുർആനും ഹദീസും ലഭിക്കാനുള്ള നക്ഷത്രതുല്യരാകുന്ന എന്റെ ശിഷ്യന്മാരുണ്ട്. അവരാണ് നേർക്ക് നേരെ എന്റെ അക്ഷരം കണ്ടവർ, വരി കണ്ടവർ, വര കണ്ടവർ, പ്രവർത്തനം കണ്ടവർ, എന്റെ നിശബ്ദത കണ്ടവരും അവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനും ഹദീസും അള്ളാന്റെ ഹബീബ് കൈമാറി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് കൈമാറിയ ഖുർആനും ഹദീസും അക്ഷരങ്ങളോ പുസ്തകങ്ങളോ അല്ല, സഞ്ചരിക്കുന്ന ഖുർആനുകളാണ്, സഞ്ചരിക്കുന്ന ഹദീസുകളാണ്. അവിടുത്തെ നക്ഷത്രതുല്യരാകുന്ന ഹിദായത്തിന്റെ സമാനരായ പ്രകാശകിരണങ്ങളാകുന്ന സ്വഹാബത്തിനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് കൈമാറിയത്. ആ സ്വഹാബത്ത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുർആൻ മനസ്സിലാക്കി. പിന്നെ ആരാണ് ഖുർആൻ മനസ്സിലാക്കിയവർ? ആ ഹബീബിന്റെ ശിഷ്യന്മാരായി അവിടുത്തെ പാഠശാലയിൽ നിന്ന് പ്രമാണം പ്രായോഗികമായി പഠിച്ച സ്വഹാബ. ആ സ്വഹാബത്തിൽ നിന്ന് ആ പ്രമാണം പഠിക്കാൻ കഴിഞ്ഞ ഒരു വിഭാഗമുണ്ട്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ആ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് പ്രമാണങ്ങൾ പകർത്താൻ അവസരം കിട്ടിയവരിൽ നിന്ന് നേരിട്ടത് പകർത്തിയവരോ ആണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിക്കുകയും അത് ഈ ലോകത്ത് പരിരക്ഷിക്കുവാനുള്ള അള്ളാഹുവിന്റെ സംരക്ഷിത മേഖലയായി
അല്ലാഹു തആല തെരഞ്ഞെടുത്തതെന്ന ദിശാബോധം ആ വരികളിലൂടെ ലോകത്തിനു നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പരിരക്ഷിച്ച മേഖല, അവിടുത്തെ ഹദീസുകൾ അല്ലാഹു തആല പരിരക്ഷിച്ച മേഖല അതാണ്. എന്നാൽ മുസ്ലിം ലോകം ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം ഇസ്ലാമിക പ്രമാണങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പാകപ്പെടുത്തിയെടുക്കാനും അവർ അവലംബിച്ചതും ആശ്രയിച്ചതും മഹാന്മാരായ ഹിജ്റ 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളെയാണ്. ആ ഇമാമിങ്ങൾ ആശ്രയിച്ചത് സ്വഹാബികളെയാണ്. ആ സ്വഹാബികൾ ആശ്രയിച്ചത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്. ആ ഇമാമിങ്ങൾക്ക് ശേഷം വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ഇന്നത്തെ അഭിനവ ഗവേഷകന്മാർ, അവരുടെ മേശപ്പുറത്ത് അല്പബുദ്ധിയുടെ അടിത്തറയിൽ അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന തിയറികൾക്ക് ആശ്രയിക്കാറുള്ള, ദുർവ്യാഖ്യാനം ചെയ്യാറുള്ള ബുഖാരി, ആ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഗ്രന്ഥകർത്താക്കളാകുന്ന പ്രഗത്ഭ പണ്ഡിതന്മാർ ഒരിക്കലും തന്നെ സ്വതന്ത്രമായ ഒരു ഗവേഷണത്തിന്റെ മേഖല വെട്ടിത്തുറന്നുകൊണ്ടോ ഒരു സ്വയം കൽപ്പിതമായ മതമാർഗം രൂപപ്പെടുത്തിയെടുത്തവരായിരുന്നില്ല. മറിച്ച് മതപരമായ വിഷയങ്ങൾ തിരിച്ചറിയാൻ മദ്ഹബിന്റെ ഇമാമികളിലേക്ക് തിരിച്ചുപോയവരായിരുന്നു അവരൊക്കെയും. ഈ ഒരു നിലപാട് മുസ്ലിം സമുദായത്തെ ഐക്യപ്പെടുത്തി. എന്തുകൊണ്ട്? സഹോദരന്മാരെ, ഒരിക്കലും തന്നെ മദ്ഹബുകൾക്കിടയിൽ, ഒരിക്കലും തന്നെ ഇമാമിങ്ങൾക്കിടയിൽ ഒരിക്കലും തന്നെ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല, ഒരിക്കലും തന്നെ വിഭാഗീയതകൾ ഉണ്ടായിരുന്നില്ല. ഒരു ഇമാമ് മറ്റൊരു ഇമാമിനെ കുഫ്ർ ആരോപിക്കുന്നതോ, ഒരു ഇമാമ് മറ്റൊരു ഇമാമിന്റെ തൗഹീദിനെ ചോദ്യം ചെയ്യുന്നതോ ആയ ഇസ്ലാമിന്റെ അടിത്തറയിൽ ആദർശപരമായ അരാജകത്വവും ആരോപണ പ്രത്യാരോപണങ്ങളും ഇമാമിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഇമാമിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് വൈവിധ്യങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ മാനവ സമൂഹത്തോട് കൽപ്പിച്ചിട്ടുള്ള കർമ്മ വഴികളിലെ 4 വഴികൾ 4 ഇമാമിങ്ങൾ രൂപപ്പെടുത്തി ലോകത്തിനു കൈമാറി. അത് പരസ്പരം ഏറ്റുമുട്ടുന്ന ആശയങ്ങളല്ല. അല്ലാഹു തആല ആ 4 രൂപത്തിൽ നമുക്ക് മതപരമായ നിർദ്ദേശം നൽകിയതാണ്. ആ 4 വഴികളെ മുസ്ലിം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തന്നതാണ്. എന്നാൽ ആ മദ്ഹബിന്റെ ഇമാമിങ്ങളാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അതുകൊണ്ട് മദ്ഹബിന്റെ ഇമാമിങ്ങൾ നമ്മെ ഭിന്നിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ മദ്യം പറയാൻ വേണ്ടി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട വിഭാഗമാണ് കേരളീയ വഹാബികൾ. ഈ രാജ്യത്തെ ആദ്യത്തെ ബിദഈ സംഘടനയാണ് കേരളീയ വഹാബിസം. ആ വഹാബികൾ 4 മദ്ഹബിന്റെ ഇടയിലുള്ള തർക്കം തീർക്കാൻ ഖുർആനും ഹദീസും എടുത്തുകൊണ്ട് മദ്യം പറയാൻ വന്ന കക്ഷികളാണ്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാമിങ്ങൾക്കിടയിൽ മദ്യം പറയാൻ വന്നാൽ നിങ്ങൾ വഷളാവുകയേ ചെയ്യുള്ളൂ. ഇമാമിങ്ങൾക്കിടയിൽ മദ്യം പറയാനുള്ള വിവരം നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ഇമാമിങ്ങളുടെ മതപരമായ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ സ്വയം കൽപ്പിതമായ ആദർശങ്ങൾ ഖുർആനിൽ നിന്ന് സ്വയമായി രൂപപ്പെടുത്തിയെടുക്കരുത്. കാരണം ഇമാമിങ്ങളെ പോലെ നമുക്ക് ഖുർആൻ മനസ്സിലായിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ ഒരു മൗലവി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഖുർആനും ഹദീസുമായി സഞ്ചരിക്കുന്ന സ്വഹാബികളെ ലോകത്തിന് സമർപ്പിച്ചു എന്ന സന്ദേശമുള്ള ഹദീസിനെ മൗലവിമാർക്ക് തരാതരം പോലെ ഇജ്തിഹാദുകൾക്ക് ദുരുപയോഗം ചെയ്യാനുള്ള ഹദീസായി പരിചയപ്പെടുത്തുകയും എന്നിട്ട് ആ അഭിനവ ഇജ്തിഹാദിന് ദുർന്യായങ്ങൾ വിളിച്ചു പറയുകയുമാണ് ഒരു മൗലവി. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ബാക്കി വെക്കുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിവഴക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ കിതാബും എന്റെ ചര്യയുമാണത്. ഇമാം മാലിക് മുവത്തയിൽ വിവിധ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആശയം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുസ്ലിയാക്കന്മാര് പറയുന്ന എന്താണ്? ഖുർആൻ നമുക്ക് തിരിയൂല, അത് നമുക്ക് മനസ്സിലാവൂല. മനസ്സിലാകാത്തൊരു ഗ്രന്ഥം അള്ളാഹു നമുക്ക് ഇറക്കി തരാം. എന്നിട്ട് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മൾ വിചാരണ ചെയ്യാം. അതുണ്ടാകുമോ? നീതിമാനായ അള്ളാഹു, പടച്ചോനെ ഞങ്ങൾക്ക് തിരിയാത്തൊരു ഗ്രന്ഥം നീ ഞങ്ങൾക്ക് തന്നിട്ട് എന്തേ നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിച്ചില്ല എന്ന് ഞങ്ങളോട് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ആളുകൾ തിരിച്ചു ചോദിക്കൂലേ? ചോദിക്കൂല. കാരണം അവിടെ ഉണ്ടാകുക AP അബ്ദുൽ ഖാദർ മൗലവി അല്ല. AP അബ്ദുൽ ഖാദർ മൗലവി ആയിരുന്നെങ്കിൽ നായം കെട്ടി രക്ഷപ്പെടാമായിരുന്നു. അവിടെ ഉണ്ടാകുക അള്ളാഹു ആണ്.
മൗലവിന്റെ വാദം എന്താണ്? അറിയാത്തൊരു ഗ്രന്ഥം തന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് കൽപ്പിക്കുന്നത് നിരർത്ഥകല്ലേ എന്നാണ്. അപ്പോൾ അല്ലാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, ആ ചോദ്യത്തിന് തന്നെ അവസരം ഉണ്ടാകും എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അതിന് മറുപടി എന്താണ്? അല്ലാഹു തആല ചോദ്യം പറയുന്നു, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സകീലാ. സകല അണ്ടനും അടകോടനും കയറി മേയാനുള്ള ലോക്കൽ ഗ്രന്ഥമല്ലാതെ വളരെ ഗാംഭീര്യമുള്ള ഗഹനമായൊരു ഗ്രന്ഥം നിങ്ങളിലേക്ക് ഞാൻ തരുകയും ആ ഗ്രന്ഥം നിങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തരാനുള്ള പണ്ഡിതന്മാരെ നിങ്ങളിലേക്ക് ഞാൻ തരുകയും ചെയ്തിട്ട് വസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. എടോ, ഖുർആൻ നിങ്ങൾക്ക് തിരിയില്ലെങ്കിൽ തിരിയാവുന്ന ആളുകളെ നിങ്ങളിലേക്ക് ഞാൻ തന്നിട്ടില്ലേ? എന്തേ എനിക്കെന്നെ തിരിയണം എന്നുള്ള ചിത്താന്തം കാട്ടാൻ നിന്നതല്ലേ കുഴപ്പം? തിരിയാവുന്ന ആളുകളെ ആശ്രയിച്ചുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് മതം തിരിയാമായിരുന്നില്ലയോ? ഖുർആൻ പഠിക്കാമായിരുന്നില്ലയോ? അതനുസരിച്ച് പ്രവർത്തിക്കാമായിരുന്നില്ലയോ? ഇനിയോ സഹോദരന്മാരെ, അതിനു വേണ്ടി അവർ നടത്തിയ മറ്റൊരു ദുർവ്യാഖ്യാനമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂലാ വഉലിൽ അംരി മിൻകും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വിധേയപ്പെടണം, അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർക്കും നിങ്ങൾ അനുസരണം കൊടുക്കണമെന്ന ആഹ്വാനമുള്ള പരിശുദ്ധമായ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത് എന്താണ്? വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. മതപരമായ വിഷയത്തിൽ വരുന്ന ഭിന്നതകൾക്ക് പരിഹാരം കിട്ടാൻ മൗലവി അവിടെ ധ്വനിപ്പിക്കുന്ന ഒരു ധ്വനി മദ്ഹബിലേക്കല്ല പോകേണ്ടത് എന്നാണ്. കാരണം മദ്ഹബിലേക്ക് പോയ 4 എണ്ണാണ്. അപ്പൊ 4-ൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? നിങ്ങൾ ഡയറക്റ്റായി ഖുർആനുക്കും ഹദീസിലേക്കും പോകണം. എന്നാലേ നിങ്ങൾ ഐക്യപ്പെടുകയുള്ളൂ. ഖുർആനിലേക്കും ഹദീസിലേക്കും പോയിട്ട് പരിഹാരം കിട്ടണില്ലേ എന്നാ പിന്നെ പ്രശ്നം തീരൂല. പ്രശ്നം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് മൗലവി പറയുന്നത്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. നമുക്കിടയിൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷേ അത് ഒരു കേന്ദ്രത്തിലേക്ക് മടക്കിയാൽ, ഒരു പ്രമാണത്തിലേക്ക് മടക്കിയാൽ അതിന് പരിഹാരം ലഭിക്കണം. ഏതാണ് ആ കേന്ദ്രം? ഏതാണ് ആ പ്രമാണം? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, അതിൽ പരിഹാരം കണ്ടെത്തണം. അഥവാ അതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ, പിന്നെ എന്നെന്നും അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം മുസ്ലിം സമൂഹം തിരിച്ചറിയണം. പരിശുദ്ധമായ ഖുർആനിൽ ലോകാന്ത്യം വരെ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. വതിൽകൽ അംസാലു നഗ്രിബുഹാ ലിന്നാസ്. പരിശുദ്ധമായ ഖുർആനിൽ പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ വമാ യഖിലുഹാ ഇല്ലൽ അലിമൂൻ. ആലിമീങ്ങൾക്കേ അത് അറിയുകയുള്ളൂ, പണ്ഡിതന്മാർക്കേ അതറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആനിലേക്ക് മടക്കിയിട്ട് പ്രശ്നം വർദ്ധിക്കുകയാണെങ്കിൽ അത് ഖുർആനിന്റെ കുറവല്ല, മടക്കിയോന്റെ പോയത്തമാണ്. 4 മദ്ഹബുകൾക്കിടയിൽ മദ്യം പറയാൻ വന്ന മുജാഹിദ് പ്രസ്ഥാനം സമകാലിക സമുദായത്തിൽ 4000 ഗ്രൂപ്പായി പൊട്ടിച്ചിതറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആനിൽ പരിഹാരം ഉണ്ടായില്ല എന്നല്ല, മടക്കിയോൻ പോയത്തക്കാരനായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഖുർആനിലേക്കും ഹദീസിലേക്കും തന്നെയാണ് മടക്കേണ്ടത്. ആരാണ് മടക്കേണ്ടത്? പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ പ്രബോധിത സമൂഹത്തിന്റെ പൾസ് മനസ്സിലാക്കിയ, ബുദ്ധിപരമായി അതിനെ തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാരുണ്ട്.
അതിനെ പ്രാമാണികമായും തിരിച്ചറിഞ്ഞ പണ്ഡിതന്മാരുണ്ടോ? വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ആലിമീങ്ങൾക്കേ അറിയുള്ളൂ. ആരാണ് ആലിമീങ്ങൾ? ഹിജ്റ 3 നൂറ്റാണ്ടിലുള്ളവരാണ് ആലിമീങ്ങളും. അതിന്റെ ശേഷമുള്ള മുസ്ലിം മുഖ്യധാര ഉറക്കെ ഒന്നിച്ച് വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ ശകുനപ്പണിയെടുത്ത് കടന്നു വന്ന ആളുകളായിരുന്നു കേരളീയ വഹാബികൾ. അവർ അതിനു വേണ്ടി ഓതിയ ആയത്താണിത്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ ഇവിടെ ചോദിക്കട്ടെ, എന്റെ ഈ കവലയിൽ എന്നെ കേൾക്കുന്ന സാധാരണ മുജാഹിദ് പ്രവർത്തകരുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല. നിങ്ങൾ ഞങ്ങളെ നാട്ടുകാരോ അയൽവാസികളോ ബന്ധുക്കളോ ആണ്. ഞങ്ങളോടുകൂടെ ഈ ആദർശത്തിന്റെ ഐക്യ വൃത്താന്തങ്ങളിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് ആഖിബത്തു നന്നായി മരിച്ചു പോകേണ്ട ഞങ്ങളെ കൂട്ടുകാരാണ്. പക്ഷേ ആദർശത്തിന്റെ വൃത്താന്തങ്ങളിൽ നിന്ന് തെറിച്ചു പോയപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ എടുക്കേണ്ട മതപരമായ നിലപാടും മതപരമായ വേദനയും വെറുപ്പും നിങ്ങളോട് ഞങ്ങൾ പ്രകടിപ്പിച്ചത് വ്യക്തിപരമല്ല. അതേ സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ സാധാരണക്കാരായ മുജാഹിദുകൾ ഖുർആനിലേക്കും ഹദീസിലേക്കും നോക്കി മതം മനസ്സിലാക്കുന്നവരാണോ? അല്ല. ഇവിടെയുള്ള മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള സാധാരണക്കാരായ ISMകാരെയും KNMകാരെയും സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അനായാസമായി തിരിച്ചറിയാവുന്ന വിധികളല്ലല്ലോ ഖുർആനിലുള്ളത്. രണ്ടാമൊരു വഴി, ഒരു വഴി ഏതെങ്കിലുമൊക്കെ മൗലവിയുടെ സീഡിയോ പരിഭാഷയോ വായിച്ചു മതം മനസ്സിലാക്കണം. അപ്പൊ ആര് മടക്കി? ഖുർആനിലേക്ക് മൗലവി മടക്കി. എന്നാൽ വേറൊരു വഴിയോ സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾ ചെയ്യുന്നത് പോലെ ഇമാമികൾ മടക്കിയിട്ട് അവരെ കിതാബ് പറഞ്ഞ മസ്അല സ്വീകരിക്കും. ഈ രണ്ടാമൊരു വഴിയല്ലാതെ, തഖ്ലീദല്ലാതെ, അനുകരണമല്ലാതെ, വിവരമുള്ളവർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരെ പിന്തുടരല്ലാതെ പ്രമാണം മനസ്സിലാക്കാൻ മറ്റു മാർഗം ഇല്ല എന്നത് ഏത് സാധാരണ മനുഷ്യനും അനായാസമായി തിരിച്ചറിയാവുന്ന വസ്തുതയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാമിങ്ങൾ മടക്കി വെച്ച മതവിധികളുണ്ട്. ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം മുസ്ലിം മുഖ്യധാര മാറോട് ചേർത്ത് വെച്ച മതവഴികളുണ്ട്. ആ മതവഴികളിൽ നിന്ന് ഭിന്നമായി ഡയറക്റ്റായ ഒരു ഖുർആൻ മടക്കൽ ഇവിടെ പ്രസക്തമാകുന്നത് എങ്ങനെയാണ്? അതെന്തുകൊണ്ട് പ്രസക്തമാകുന്നു? അങ്ങനെ ഒരു വിഷയം സമുദായത്തിൽ ഇല്ല. മാത്രമല്ല, ഈ മൗലവിമാർ പറഞ്ഞതിന്റെ പച്ച മലയാളം എന്താണ്? ഖുർആനിലേക്കും ഹദീസിലേക്കും ISMകാരെ KNMകാരെ നിങ്ങൾ മടക്കിക്കോളൂ, എന്നിട്ട് അതാത് ആളുകൾക്ക് കിട്ടാവുന്ന മതവിധി സ്വീകരിച്ച് ജീവിച്ചോളൂ എന്നാണോ പറയുന്നത്? അല്ല. ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണം എന്ന് പറഞ്ഞ മൗലവി തന്നെ പരോക്ഷമായി മദ്ഹബിലേക്ക് മടക്കരുത് എന്ന് സൂചിപ്പിച്ച മൗലവി തന്നെ മടക്കാനുള്ള അധികാരം ആർക്കാണെന്ന് പച്ചയായി പറയുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമകൾ, ആ സമസ്തകളുടെ ഭരണഘടനയിൽ പറയുന്നത്, മതപരമായ വിഷയത്തിൽ വരുന്ന ഭിന്നതകൾക്ക് പരിഹാരം കിട്ടാൻ ഇമാമിയങ്ങൾ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കി പറഞ്ഞു വെച്ച മതവിധികളുണ്ട്, അത് അവലംബിക്കണമെന്നാണ്. എന്നാൽ ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭ പറയുന്നതോ, മതപരമായ വിഷയത്തിൽ ഭിന്നത വന്നാൽ ഖുർആനും ഹദീസും ISMകാര് നോക്കണമെന്നല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ സാധുക്കൾ ഓരോ ഗ്രൂപ്പ് യോഗത്തിനും പോയി മതം തിരയേണ്ട കാര്യം ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് കേരള ജംഇയ്യത്തുൽ ഉലമ ഖുർആനും ഹദീസും നോക്കുമെന്നാണ്. അത് ISMകാരും KNMകാരും സ്വീകരിക്കണമെന്നാണ്. കേരള നേതൃത്വ മുജാഹിദിന്റെ ഭരണഘടന പറയുന്നുണ്ട്, ആദർശപരമായ വിഷയത്തിൽ തർക്കമുണ്ടായാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനമാണ് അംഗീകരിക്കേണ്ടത്. ആര്? ISMകാർ, KNMകാർ. എന്നാൽ ഇവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികൾ ഏത് തീരുമാനം എടുക്കേണ്ടത്? ഖുർആനെന്നും ഹദീസെന്നും ഇമാമിങ്ങൾ മടക്കി വെച്ച തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. നിഷ്പക്ഷമായി മുസ്ലിം സഹോദരന്മാരോട്, പ്രത്യേകിച്ച് മുജാഹിദ് പ്രവർത്തകന്മാരോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, ഇമാമിങ്ങൾ മടക്കി പറഞ്ഞ മതവിധിയാണോ നമുക്ക് സ്വീകാര്യം? അതല്ല മൗലവിമാർ മടക്കി പറഞ്ഞ മതവിധിയാണോ നമുക്ക് സ്വീകാര്യം? ഈ ലളിതമായ അന്വേഷണത്തിന് മറുപടി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ആദർശത്തിന്റെ തറവാട്ടിലേക്ക് അനായാസമായി തിരിച്ചു വരാൻ കഴിയും. നിങ്ങൾ നോക്ക്, ഇവിടെ തേക്കും കുറ്റി പിടിക്കണോ കറുത്ത തണ്ട് പിടിക്കണോ എന്നുള്ളതാണ് ചർച്ചയുടെ മർമ്മം. കുച്ചുറപ്പുള്ള തേക്ക് പിടിക്കണോ, അതോ ആഴ്ചയിൽ കാറ്റത്തൊടിഞ്ഞ് പുതിയ തണ്ട് വരുമ്പോൾ അതിനെ മാറി മാറി പിടിച്ച് അലാക്കാകണോ എന്നതാണ് ചോദ്യം.
ആ ചോദ്യത്തിന് സാധാരണക്കാരായ മുജാഹിദുകൾ ഉത്തരം തേടണം. സമകാലികമായ ഭിന്നത നിങ്ങൾക്കതിന് അവസരം തരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. എന്നാൽ ആ ചോദ്യത്തെ ഒരു മൗലവി നേരിടുന്നത് എങ്ങനെയാണ്? നിങ്ങള് ആ ചോദ്യത്തിന് മറുപടിയില്ല. ആ ചോദ്യത്തിന് മറുപടിയില്ലാത്ത കാരണത്താലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ സ്വതന്ത്രമായ ഗവേഷണത്തിന്റെ സ്വസ്ഥവായു കേവലം ഏതാനും മൂവർ സംഘത്തിലേക്ക് നിക്ഷിപ്തമാവുകയും ആ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെ ഫത്വ ബോർഡ് മെമ്പർ ആയിട്ട് പോലും താൻ ഖുർആനെന്നും ഹദീസൊന്നും കിട്ടിയ ജിന്ന് മസാല തന്റെ പണ്ഡിത സഭയിൽ ഒന്ന് അവതരിപ്പിക്കാൻ പോലുമുള്ള അവസരം കിട്ടാതെ സ്വതന്ത്രമായ ഗവേഷണത്തിന്റെ സ്വസ്ഥവായു ശ്വസിക്കാൻ അനുവദിക്കാതെ ബഹിഷ്കൃതനായതിന്റെ പേരിലുമാണ് സക്കരിയ സ്വലാഹി ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം രണ്ടർത്ഥത്തിലാണ്. ആ ചോദ്യം ചോദിക്കുന്നത് ജംഇയ്യത്തുൽ ഉലമനെ കൊട്ടാനാണ്. എന്തുകൊണ്ട്? അബ്ദുറഹ്മാൻ സലഫിക്കും അതുപോലെ അനസ് മൗലവിക്കും ഹനീഫ മൗലവിക്കും കിട്ടുന്നത് മാത്രമേ ഇന്ന് മുജാഹിദുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് മൂവർ സംഘത്തിന്റെ മതവിധി സ്വീകരിക്കണമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട്. സക്കരിയ അതേ ഫത്വ ബോർഡ് മെമ്പറാണ്. അയാൾക്ക് അതിന്റെ അവകാശം ഉണ്ടായില്ല. അതിൽ രോഷം പൂണ്ടുകൊണ്ടാണ് ചോദ്യം അയാൾ ആവർത്തിച്ചു പറയുന്നത്. അപ്പോഴും അനുയായികള് മുമ്പിലുള്ളവർ ഒസ്വാസാകാതിരിക്കാൻ അയാൾ മുജാഹിദുകളുടെ വികാരം ഇളക്കി വിടാൻ. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ മുന്നിൽ തന്റെ അമാനുഷിക സിദ്ധി കാണിച്ച് മാജിക്കുകാരെ പരാജയപ്പെടുത്തിയപ്പോ തന്റെ പ്രാദേശികവാദം ഇളക്കി വിട്ട് നാട്ടുകാരെ പിടിച്ചു നിർത്താൻ ഫറോവ ശ്രമിച്ച ഒരു തന്ത്രമുണ്ട്. മൂസാ നബി ഇതൊക്കെ കാട്ടുന്നത് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കി ഇവിടെ മൂസക്ക് അധികാരം കിട്ടാനാണ് എന്ന വർഗീയത ഇളക്കി വിട്ടത് ചരിത്രത്തിലും. ഇതുപോലെ മൗലവി പറയാണ് മൗലവിമാരിത് ചോദിച്ചാണ്ട് മുജാഹിദീങ്ങളെ കളിയാക്കാണ് എന്ന് പറഞ്ഞിട്ട് തടി തപ്പാണ്. അത് മുജാഹിദുകളെ വികാരം ഇളക്കി വിടുകയാണ്. മുജാഹിദ് സുഹൃത്തുക്കളെ, നിങ്ങളെ കളിയാക്കാൻ വേണ്ടി ചോദിച്ചതല്ല. യഥാർത്ഥ ഇസ്ലാമിന്റെ സത്യസന്ധവും സുതാര്യവുമായ സന്മാർഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്ന ഗുണകാംക്ഷയുടെ പേരിൽ നിങ്ങളോട് സ്നേഹത്തോടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. മൗലവി മറുപടിയില്ലാതെ അത് ആവർത്തിക്കുകയാണ്. തെളിവ് ന്യായമൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ സർക്കുലർ കിട്ടിയാൽ പിന്നെ അതാൻ പറഞ്ഞാ മതി. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളും മതപ്പതിച്ചിട്ടില്ലേ എന്നാണ് ഇപ്പൊ ഖുറാഫികൾ ചോദിക്കുന്നത്. അല്ലേ? ഞങ്ങളെ ഉസ്താദുമാരെ തഖ്ലീദ് ചെയ്യുന്നു, മദ്ഹബി പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമയെയും അഫ്ളൽ ഉലമക്കാരെയും നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5 കൊല്ലം അറബി കോളേജിൽ പഠിച്ചേ അഫ്ളൽ ഉലമക്കാരെ തഖ്ലീദ് ചെയ്യുന്നേക്കാളും നല്ലത് ഞങ്ങളെ പോലെ മുജ്തഹിദീങ്ങളായ ഇമാം അഹ്മദിനെ ഇമാം ഷാഫിയൊക്കെ തഖ്ലീദ് ചെയ്തിടോ നിങ്ങൾക്ക് എന്ന് കളിയാക്കി ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇല്ല, കളിയാക്കി ചോദിച്ചതല്ല. ആത്മാർത്ഥമായി സാധാരണക്കാരോട് ഞങ്ങൾ ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്കൊരു അന്വേഷണത്തിന്റെ വാതിൽ തുറക്കാനുള്ള ഒരു ചോദ്യമാണ്. മൗലവിമാരെ ഒരിക്കലും ഈ വിഷയത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ സക്കരിയ ഇത് ചോദിക്കാനുള്ള കാരണം കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഗവേഷണത്തിന്റെ അധികാരം മൂവർ സംഘത്തിൽ നിക്ഷിപ്തമാവുകയും സക്കരിയ സ്വലാഹിക്ക് ഗവേഷണത്തിന്റെ അധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിന്റെ വെപ്രാളത്തിൽ നിന്നാണ് അയാൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇരിക്കട്ടെ, എന്നാൽ സഹോദരന്മാരെ, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ആരാണ് ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കാൻ നല്ലവർ? ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷമുള്ള മുഴുവൻ മുസ്ലിം മുഖ്യധാരയും ആണയിട്ടുറക്കെ പറഞ്ഞതുപോലെ ആ മതം മനസ്സിലാക്കാൻ നമ്മൾ ഇമാമിയങ്ങളിലേക്ക് പോകണമോ അതല്ല മൗലവിമാരിലേക്ക് പോകണമോ? മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്തതെന്താണ്? ഇമാമിയങ്ങളിൽ നിന്നും മദ്ഹബിൽ നിന്നും മുഅ്മിനീങ്ങളെ അടർത്തി മാറ്റി കേവല സംഘടനകളുടെ പകിടകളികളിലേക്ക് മുസ്ലിം സമുദായത്തെ ആട്ടിത്തെളിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരിക്കലും സഹോദരന്മാരെ, ഈ ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന മദ്ഹബിന്റെ ഇമാമിയങ്ങളെക്കാളും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഘടകമല്ല. എന്തുകൊണ്ട്? ഈ മുജാഹിദ് പ്രസ്ഥാനം ഖുർആനും ഹദീസും ഗവേഷണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇമാമിയങ്ങൾ ഖുർആനും ഹദീസും ഗവേഷണം ചെയ്തത് ഈമാനിന്റെ അടിത്തറയിലാണ്, തഖ്വയുടെ പിൻബലത്തിലാണോ? ഇസ്ലാമിന്റെ പ്രമാണത്തെ ബുദ്ധിപരമായും അതുപോലെ പ്രാമാണികമായും തിരിച്ചറിയാനും പ്രബോധനം ചെയ്യാനും പഠിച്ചു വെക്കാനും പഠിപ്പിക്കുവാനുമുള്ള അള്ളാഹുവിൽ നിന്നുള്ള അനംഗനീയമായ തൗഫീഖിന്റെ അടിസ്ഥാനത്തിലാണോ? സഹോദരന്മാരെ, മഹാന്മാരായ ഇമാമിയങ്ങൾ അത് ചെയ്തത്. ഇമാമിയങ്ങൾ അങ്ങനെയാണ് ആ ഗവേഷണം നടത്തിയത്. അവർ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്, ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരന്മാരെ ആ ഗവേഷണം നടത്തിയത്. എന്നാൽ മുജാഹിദുകൾ ഖുർആനും ഹദീസും ഗവേഷണം നടത്തിയത് എന്തുകൊണ്ട് സാധാരണക്കാർക്ക് സ്വീകരിച്ചുകൂടാ? അവരുടെ
അവരുടെ ഗവേഷണത്തിന് അവർ പിൻബലം നൽകുന്നത് ഒരിക്കലും തന്നെ തഖ്വയും ഈമാനുമല്ല. ഒരിക്കലും തന്നെ തഖ്വയും ഈമാനുമല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രബോധിത സമൂഹത്തിന്റെ കൂടി പരിഗണിച്ചുള്ള പ്രത്യാശാസ്ത്രമാണ്. പക്ഷേ അതറിയാവുന്നവർ പണ്ഡിതന്മാരാണ്, അത് ചിന്തിക്കാൻ കഴിയുന്നവർ പണ്ഡിതന്മാരാണ്. അവർ ചിന്തിച്ച് അത് കൃത്യമായി രേഖപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊരു ഹദീസോ ആയത്തോ കണ്ടിട്ട് അത് നമുക്ക് ബുദ്ധിപരമായി നമുക്ക് സ്വീകാര്യമല്ലെന്ന് തോന്നിയാൽ അത് ഹദീസിന്റെ ദുർബലതയോ ഖുർആനിന്റെ കുറവോ ആയി മനസ്സിലാക്കാതെ തന്റെ അല്പബുദ്ധിയുടെ കുറവാണെന്ന് തിരിച്ചറിയുകയാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷേ മൗലവിമാരെന്ത് ചെയ്തു? അങ്ങനെ ഇമാമിങ്ങൾക്ക് അത് ബുദ്ധിപരമായി തോന്നിയത് കൊണ്ടായില്ല. മൗലവിമാരായ ഞങ്ങളുടെ അല്പബുദ്ധിക്കുകൂടി ഖുർആനിക ഹദീസ് പരമായ പ്രമാണങ്ങൾ വിധേയപ്പെടണം. എന്നിട്ട് അതിന് അടിത്തറയായി മൗലവി പറയുകയാണ്. എന്താണ് പറയുന്നത്? ഭൗതികമായ വിഷയങ്ങളിൽ നമ്മൾ ബുദ്ധിയെ പരിഗണിക്കും. അങ്ങാടിയിൽ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ആലോചിക്കാറുണ്ട്? ഏതാണ് നല്ലത് എന്ന് ബുദ്ധി കൊണ്ട് തീരുമാനിച്ചിട്ടാ പച്ചക്കറി വാങ്ങാർ. മൗലവി പരിതപിക്കുകയാണ്. അങ്ങനെ വാങ്ങുന്ന നമ്മൾ, ഭൗതികമായ വിഷയത്തിൽ ബുദ്ധിയെ പരിഗണിക്കുന്ന നമ്മൾ, ദീനിന്റെ വിഷയം വരുമ്പോൾ ബുദ്ധിയെ പരിഗണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത്. എന്നിട്ട് അയാൾ പറയുന്നു, പിന്നെ എന്താണ് ചെയ്യുന്നത്? കണ്ടതും കേട്ടതും സ്വീകരിക്കുകയാണ്. മൗലവിയുടെ ഭാഷയിൽ കണ്ടതും കേട്ടതുമെന്ന് പരിചയപ്പെടുത്തുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? ഇമാമിയങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പ്രാമാണികമായും ചിന്താപരമായും രേഖപ്പെടുത്തി വെച്ച മതവിധികളെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്നതിനെയാണ് കണ്ടതും കേട്ടതുമെന്ന് മൗലവി കുറവാക്കി പറയുന്നത്. എന്നിട്ട് അതൊഴിവാക്കി ബുദ്ധിയെ കൂടി പരിഗണിക്കണമെന്നാണ് മൗലവി വിളിച്ചു പറയുന്നത്. ഭൗതികമായ ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ച് അളന്ന് തൂക്കി തികച്ചും യുക്തിസഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ മതത്തിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിയും ചിന്തയൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പതനമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണുന്നത്. ഖുർആനും ഹദീസും മുന്നോട്ട് വെക്കുന്ന ആദർശം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്തക്കും ബുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന ആദർശമാണ്. ചിന്തോദ്ദീപകമായ ആദർശം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ച് പറയാം. നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ പര്യാപ്തമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ പലയിടത്തും ചോദിക്കുന്നുണ്ട്. ഇന്ന ശർറദ് ദവാബി ഇൻദല്ലാഹ് അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ബധിരനും മൂമയുമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടനായ ജന്തു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ കേരളത്തിൽ EKAP സുന്നികൾ കുറെ തച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സലാം വീട്ടി കൂട്ടപ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് അധികം അടിയും നടന്നത്. സലാം വീട്ടോളം ഏതായാലും നിൽക്കും. ഇത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണതിന്റെ മുമ്പ് ഒന്നും തിരക്കും അടിയും തുടങ്ങുകയാണേ. നമ്മൾ ഈ 1ാം ക്ലാസ്സിലെ കുട്ടിയാക്കുണ്ട് സെഫിട്ടുമ്പോ ഈ ഒരു ചവിട്ടിക്കളി. ഇത് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് ബുദ്ധി കൊണ്ട് കൊണ്ടാടിയതിന്റെ ദുരന്ത ഫലമാണ്. സഹോദരന്മാരെ, മാത്രമല്ല ഈ സക്കരിയ സ്വലാഹിയും അദ്രൈമാൻ സലഫിയും ഒക്കെ ഒന്നായിരുന്ന കാലത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഴിപ്പുറത്തെ സുല്ലമി ഈ കാലിന്റെ ചവിട്ട് സഹിക്കാൻ കഴിയായിട്ട് മടവൂരിലേക്ക് ഗ്രൂപ്പ് വിട്ടുപോയി. സ്വയം പോലെ നിക്കരിച്ചാ നിക്കണ്ടേ? അത് സഹിക്കാൻ കാരണം എന്താ? അയാൾ ഒരു കുഴിയിൽ വീണിട്ട് അയാളെ വിരലൊടിഞ്ഞിനി. ആ ഒടിഞ്ഞ വിരലുമ്പോ പിന്നെ ചവിട്ടും കൂടി കിട്ടിയാലോ എത്ര കാലം നിക്കരിച്ചു. അപ്പൊ മൗലവി തീരുമാനിച്ചു വേഗം ഗ്രൂപ്പാണ് വിട്ടാള്. അങ്ങനെ ഗ്രൂപ്പ് വിട്ട കഥ പറയാണ് മൗലവി. മറ്റൊരു ഗ്രൂപ്പ് അൽബാനി മദ്ഹബ്. അൽബാനി മദ്ഹബ് എന്ന് ഞാൻ പറയുന്നത് മുൻഗാമികൾ പഠിപ്പിച്ച കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ EK മൗലവി സാഹിബ്, KM മൗലവി സാഹിബ്, അതുപോലെ PK മൂസ മൗലവി സാഹിബ്, പൂർവീകരായ പണ്ഡിതന്മാര്, അവരൊക്കെ ഇവിടെ ഉള്ള കാലത്ത് ചെറുപ്പത്തിൽ ഞാൻ ഈ നൂറുൽ ഇസ്ലാമിലാണ്, ഞാൻ ഈ ഓർഫനേജ് പഠിച്ച വ്യക്തിയാണ്. അപ്പൊ അവരൊന്നും പഠിപ്പിച്ച കർമ്മശാസ്ത്രം അല്ലെന്നുള്ളത്. ആ കർമ്മശാസ്ത്രം ഇപ്പൊ മടവൂർ മുജാഹിദിന്റെ ഒക്കെ ഉണ്ടോ? KM മൗലവിയും വക്കം മൗലവിയും നിക്കരിച്ച നിക്കാരം ഒരു ഗ്രൂപ്പിന്റെ കയ്യിലുമില്ല. ഇനി മാത്രമല്ല സഹോദരന്മാരെ, ഈ നാട്ടിലെ താടിയും തലയും നരച്ച ഏതെങ്കിലും മുജാഹിദ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഇങ്ങനൊരു മുജാഹിദ് മൗലവിനെ KM മൗലവിന്റെ കാലത്ത് ആരെങ്കിലും കണ്ടുക്കണോ? തീയം തെങ്ങുമ്പോ കയറാൻ പോണ മാതിരി തലയിലൊരു കടലാസും കൂടി ഇല്ലാതെ
ഇല്ല. KM മൗലവിന്റെ കാലത്തുള്ള ഒന്നും ഇന്നത്തെ ഒരു ഗ്രൂപ്പിലും ഇല്ല. അങ്ങനെ അല്ലാതെ ആവുമ്പോഴാണ് മുജാഹിദാകുക. ഒരു മൗലവി മരിച്ചാൽ അയാളെ കബറും പുറത്തേക്ക് മണ്ണിടുന്നതോടുകൂടി അയാൾ പറഞ്ഞ മസലക്കും മതവിധിക്കും മണ്ണിട്ട് മൂടിയിട്ട് ബാക്കിയുള്ള പുതിയത് പറയണം. അതിനാണ് മുജാഹിദ് എന്ന് പറയാം. അതിനാണ് മുജാഹിദ് പറയുന്ന ഗവേഷണം എന്നും പറയാം. ഇന്ന് കമ്പ്യൂട്ടർ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ലൈഫായ കൗല് കണ്ടിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് കർമ്മശാസ്ത്രം, ആ കമ്പ്യൂട്ടറിലൂടെ എന്തെങ്കിലും ഒന്ന് കാണും, അത് മെമ്പർമ ചെന്ന് പറയും. ചിലപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഹദീസ് നോക്കൂല, ചിലപ്പോൾ വൈരുദ്ധ്യം വന്നിട്ടുള്ള ഹദീസുകള്, താറുള്ളായി വന്ന ഹദീസുകള് മുഹദ്ദിസുകൾ ജമ്മ ചെയ്തിട്ടുണ്ടാവും. രണ്ടും കൂടി യോജിപ്പിച്ച അതിനൊരു ഹുക്കുമെടുക്കും. മുഹദ്ദിസീങ്ങൾ ജമ്മും ചെയ്ത് ഇമാമിങ്ങൾ എഴുതിയും തിന്ന്. അതിന്റെ ഇടയിലാണ് പിന്നെ നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് കൊണ്ടുവന്നത്. പിന്നെ അവിടെ എന്താ മുഹദ്ദിസീങ്ങൾ നോക്കാനുള്ളത്? അപ്പൊ എന്താ കമ്പ്യൂട്ടറൈസ്ഡ് മസാലയാണ്. കോഴിക്കുട്ടിക്ക് കൽക്കുഞ്ഞനെ കിട്ടിയ ഒരു സ്വഭാവമുണ്ട്. തള്ളക്കോയിന്റെ ഒപ്പം ഇങ്ങനെ ചിക്കിച്ചനക്കി നിൽക്കുമ്പോ കിട്ടണ കൽക്കുഞ്ഞനെ അല്ലെങ്കിൽ കൂറാച്ചിനായിട്ട് ആ കോഴിക്കുട്ടിയോട് ഓടും. പക്ഷെ 2 കൊത്തൊത്തി മൂന്നാമത്തെ കൊത്തിന് ആ കോഴിക്കുട്ടിക്ക് തോഫീക്കില്ല. കാരണം അതിന്റെ തൊള്ളക്ക് അത്രയും ആഫിയത്തുള്ളൂ. പിന്നെ അത് അവിടെ ഇട്ടു പോകലാണ്. ഇത് തന്നെയല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്നത്? എല്ലാ ഗ്രൂപ്പും കണക്കാണായില്ലേ? അതും ചെയ്യൂല, അതൊന്നും അറിയാതെ അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാൽമ ചവിട്ടുക, ഇത് പറഞ്ഞിട്ട് എനിക്ക് വലിയ വിഷമമുണ്ടായിട്ടുണ്ട്. കോട്ടക്കൽ പള്ളിയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, അവിടെ എൻ്റെ കാലിൻ്റെ 2 ചെറിയറിൽ മുറിഞ്ഞിരുന്നു, ഒരിക്കൽ കുണ്ടിൽ വീണിട്ട്. അത് മാറി ആ അറബി കോളേജ് എന്ന് ദൂരസ്കരിക്കാൻ ചെല്ലുമ്പോഴും കാൽമ വിരലുമ ചവിട്ടുക. അപ്പോൾ ഞാൻ അവിടെ പള്ളിയിലെ ഇമാമും കോളേജിൽ പഠിപ്പിക്കുന്ന പിന്നെ ഒരു ഷെരീഫ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, ചെങ്കട്ടിക്കുണ്ടിലുള്ള. അപ്പം അവിടുത്തെ പള്ളിയിലെ ഇമാമ. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഷെരീഫ്, ഈ കാലുമ ചവിട്ടല് സുന്നത്താണെന്നിട്ട് അൻസാരി ഇവിടെ പറഞ്ഞിന്ന് ചോദിച്ചു. അതും ഒരിക്കൽ പറഞ്ഞിന്ന് പറഞ്ഞു. അതെ. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? ഇനി തടി കേടെടുത്താനാവൂല വിചാരിച്ച് മടവൂർക്ക് പോയതാണ്. ഇനി സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, ഇത് ബുദ്ധി കൊണ്ടുള്ള കളിയാണ്. ഇമാമിങ്ങൾ തഖ്വയും ഈമാനും അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധമായ പ്രമാണം പറഞ്ഞത്. സ്വഹാബത്തിൽ നിന്ന് പഠിച്ച പ്രായോഗികമായ രീതികളെയാണ് അവർ പകർത്തിത്തന്നതോ. അതുകൊണ്ടാണ് ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ പിന്തലമുറക്കാര് ആ ഇമാമിങ്ങളെ മാതൃകയായി മതവിധികളിൽ സ്വീകരിച്ചതോ. ആ മതവിധിയിലുള്ള വൈവിധ്യങ്ങൾ വൈരുദ്ധ്യമാണെന്ന് വിളിച്ചാഘോഷിച്ചുകൊണ്ട് അതിൽ മദ്യം പറയാൻ വന്ന മുജാഹിദ് പ്രസ്ഥാനം ഇമാമിങ്ങളെ പിന്നിൽ നിന്ന് സംഘടനയുടെ പിറകിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുമ്പോൾ, സഹോദരന്മാരെ, സംഘടനാപരമായ ഭിന്നതയല്ല ഇത്. ഒരു ബാപ്പയുടെ 10 മക്കൾ 10 സ്വഭാവക്കാരായി ജീവിക്കുന്ന ഈ കാലത്ത് 10,000 ബാപ്പമാരുടെ 100,000 മക്കൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ഭിന്നതകൾ സ്വാഭാവികമാണ്. അത് തെരുവുകളിൽ കൊണ്ടാടപ്പെടേണ്ടതാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ വൈരുദ്ധ്യങ്ങൾ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത്? ഇതൊരിക്കലും തന്നെ സംഘടനാപരമായ തർക്കമല്ല. സുന്നികൾക്കിടയിൽ സംഘടനാപരമായ തർക്കങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഖുതുബ അറബിയിലോതി കൈകെട്ടി മുട്ടുമുക്കളിന്റെ ഇടയിൽ കൈകെട്ടി കുനൂത്തോതി നിസ്കരിച്ചിട്ടാ ഞങ്ങൾ തല്ലാറുള്ളത്. എന്തുകൊണ്ട്? ഇബാദത്തിൽ ഞങ്ങളെ ഐക്യപ്പെടുത്താൻ ഒരു കേന്ദ്രം ഞങ്ങൾക്കുണ്ട്. ഇഅ്തിഖാദിൽ ഞങ്ങളെ ഐക്യപ്പെടുത്താൻ ഒരു കേന്ദ്രം ഞങ്ങൾക്കുണ്ട്. അത് മഹാന്മാരായ ഇമാമിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ തച്ചാലും മതപരമായോ ആദർശപരമായോ ഞങ്ങളിൽ ഭിന്നതകൾ വരില്ല. എന്നാൽ നിങ്ങൾ ഇമാമിങ്ങൾക്കിടയിൽ മദ്യം പറയാൻ വന്നിട്ട് 4000 ഗ്രൂപ്പായി എന്ന വൈരുദ്ധ്യതയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അത് സക്കരിയ സുലായി തന്നെ പറയുന്നുണ്ട്. APK തർക്കം ആദർശപരമല്ല. ആദർശപരമല്ലാത്ത തർക്കം ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ഗുണത്തിന്റെയും ദോഷത്തിന്റെയും അനുസരിച്ചുണ്ടാവും. എന്നാൽ ഇവിടെ ആദർശപരം വന്നു എന്നതാണ് അപകടം. ഖുർആനിലേക്ക് പോയിട്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രശ്നം കൂടുന്നു എന്ന മൗലവിന്റെ വാക്ക് അനർത്ഥമാകുന്നു. എന്തുകൊണ്ട് ഖുർആനിൽ പരിഹാരമുണ്ടായില്ല? അത് ഖുർആൻ മോശമായതുകൊണ്ടല്ല, മടക്കിയവർ പോയത്തക്കാരായി എന്നതുകൊണ്ടാണ്.
സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഏർപ്പാടുകൾ തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. അബ്ദുസ്സലാം സുല്ലമിയും മടവൂരികളും അത് ശരിയാണ്, സഹിഹാണ്, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. അതാ ഞങ്ങളും മടവൂരികളും തമ്മിലെ വ്യത്യാസം. AP EK തമ്മിലുള്ളത് പോലെ വ്യത്യാസമല്ല. ഞങ്ങൾ ശരിക്കും ആദർശപരമാണ് വ്യത്യാസമെന്ന് മടവൂരികളും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേറെ ചിന്താധാരയാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ചിന്താധാര ആകാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം നിങ്ങളൊക്കെ ഡയറക്റ്റായി ഖുർആനിക്ക് എടുത്തു ചാടിയോലാണ്. പക്ഷെ നിങ്ങളുടെ എടുത്തുചാട്ടം ആത്മഹത്യാപരമായിരുന്നു എന്ന് മുസ്ലിം കൈരളിയുടെ ചരിത്രം പരിശോധിക്കുന്ന ചരിത്ര വിദ്യാർത്ഥി പിൽക്കാലത്ത് എഴുതപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ എടുത്തു ചാടിയത് ആത്മഹത്യയിലേക്കാണ്. നിങ്ങൾ ഡയറക്റ്റായി എടുത്തു ചാടി. നിങ്ങൾ പരിഹാരം ഉണ്ടാക്കാൻ വന്നവരാണ്. ഞങ്ങൾ മനുഷ്യ സഹജമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ മതത്തിൽ ഭിന്നതയില്ല. മതപരമായ വിഷയത്തിൽ ഞങ്ങളെ കോർത്തിണക്കുന്ന ഒരു നേതൃത്വം ഞങ്ങൾക്ക് മുമ്പേയുണ്ട്. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഖാല റസൂലുള്ളാഹി. അവരെയാണോ സ്വീകരിക്കേണ്ടത്, മൗലവിമാരെയാണോ മതവിഷയത്തിൽ സ്വീകരിക്കേണ്ടത്? ഇവിടെ ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന മുജാഹിദ് പ്രവർത്തകരോട് വിനയത്തോടെ പറയട്ടെ, നിങ്ങളോട് ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് SSFലും SYSലും മെമ്പർഷിപ്പ് എടുക്കണമെന്ന ആശയമല്ല. നിങ്ങൾ മതപരമായി വ്യക്തിപരമായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസകർമ്മങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു വഴിയുണ്ട്. ആ വഴി മൗലവിമാർ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയതോ ഇമാമിങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയതോ എന്നതാണ് ചർച്ചയുടെ മർമ്മം. ഇതിന് നാളെ ഞങ്ങൾക്കിടയിലെ സംഘടനാ തർക്കങ്ങൾ പെരുപ്പിച്ച് കാണിച്ചത് പരിഹാരമോ മറുപടിയോ അല്ല. ഇവിടെ സംഘടനയിലേക്കല്ല ക്ഷണിക്കുന്നത്. നിങ്ങൾ എഴുത്തിക്കാതിലേക്കും ഈമാനിലേക്കും തിരിച്ചു വരണം. വന്നിട്ട് പിന്നെ അത് പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനും അന്തസ്സോടെയുള്ള വേദി ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, ലോകത്തിനൊക്കെ മനസ്സിലായതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ സംഘടനയിൽ സ്വാഭാവികമായും വരാം. തിരുവനന്തപുരത്തൊക്കെ ആവർത്തിക്കപ്പെട്ടതുപോലെ. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ. എന്നാൽ എന്തുകൊണ്ട് ഇവരെ സ്വീകരിച്ചുകൂടാ? ഇമാമിങ്ങൾ ഒരിക്കലും ദേഹേച്ഛക്ക് വഴിപ്പെടുന്നവരല്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഖുർആനും ഹദീസും കേരള ജംഇയ്യത്തുൽ ഉലമ പരിശോധിക്കുന്നത് സഹോദരന്മാരെ ഒരിക്കലും തഖ്വയുടെ പിൻബലത്തിലല്ല, ദേഹേച്ഛയുടെയും വികാര വിചാരങ്ങളുടെയും പിൻബലത്തിലാണ്. അതിന്റെ ബലിയാടായ ബാലുശ്ശേരി പറയട്ടെ, എന്താണ് അദ്ദേഹം പറയുന്നത്? ആദർശത്തെക്കാളും വലുത് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സംഘടനയാണ് എന്നാണ്. എന്താ അതിനയാൾ തെളിവ് പറയുന്നത്? കേരളത്തിലെ ഔദ്യോഗിക മുജാഹിദായ ചങ്ങരംകുളം മുജാഹിദിലെ 2 ഗ്രൂപ്പ് മൗലവിമാർ 2 തരത്തിലുള്ള തെറ്റുകൾ ചെയ്തു. ചങ്ങരംകുളം മുജാഹിദ് മൗലവിമാരുടെ ഭാഷയിൽ സക്കരിയ സ്വലാഹി ചെയ്ത തെറ്റ് മതപരമായ തെറ്റുമാണ്, സംഘടനാപരമായ തെറ്റുമാണ്. മതപരവും സംഘടനാപരവുമായ തെറ്റ് ചെയ്ത ആളുകൾക്ക് ആജീവനാന്തമായി സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. എന്നാൽ സംഘടനാപരമായ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ മതപരമായ തെറ്റേ ഒരാൾ ചെയ്തിട്ടുള്ളൂ, അബ്ദുറഹ്മാൻ ഇരിവേറ്റ്. അയാൾക്ക് ആജീവനാന്ത വിലക്കില്ല. അയാൾക്ക് സ്നേഹത്തോടുകൂടെയുള്ള വീട്ടു തടങ്കലാണ് തീരുമാനിച്ചത്. അയാൾ തൽക്കാലം 4 വെള്ളിയാഴ്ച ഖുതുബക്ക് പോണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അപ്പുറത്തോ ആജീവനാന്തം സംഘടനന്റെ പുറത്ത്. എന്താ സക്കരിയ സ്വലാഹിക്ക് അബ്ദുറഹ്മാൻ ഇരിവേറ്റിക്കില്ലാത്ത കൂടുതൽ തെറ്റ്? അയാൾ സംഘടനന്റെ സർക്കുലർ ധിക്കരിച്ചു എന്നതാണ്. അബ്ദുറഹ്മാൻ ഇരിവേറ്റി സർക്കുലർ ധിക്കരിച്ചിട്ടില്ല, പിന്നെ എന്തേ ധിക്കരിച്ചിട്ടുള്ളൂ? മതേ ധിക്കരിച്ചിട്ടുള്ളൂ. അതിന്റെ പേരിൽ ബാലുശ്ശേരി പറയാണ്, ഈ ഗവേഷകരക്കാർക്ക്, ഈ ഖുർആൻ ഗവേഷകർക്ക് വലുത് സംഘടനയാണ്, ഒരിക്കലും തന്നെ ദീനല്ല. ആദർശത്തെക്കാൾ വലുത് നമുക്ക് സംഘടനയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് വിചിന്തനം. നിങ്ങൾക്കൊക്കെ വായിക്കട്ടോ, ഒന്നും ഫോട്ടോ കോപ്പി ഒന്നുമല്ല. ആദർശത്തെക്കാൾ വലുത് സംഘടനയാണ്. ആ തൊപ്പി സുന്നത്തിന്റെ തൊപ്പിയല്ല, കുട്ടികൾക്ക് കഫക്കെട്ടിലാക്കാൻ വേണ്ടി ഇടുന്ന ഒരു തൊപ്പി ഉണ്ടല്ലോ, അതാണ് ഈ തണുപ്പത്തിട്ടതാണ്. ആദർശത്തെക്കാൾ വലുത് സംഘടനയാണ്. ഒരാള് ആശയപരമായി ഗുരുതരമായി തെറ്റ് ചെയ്താൽ മാക്സിമം ശിക്ഷ 1 വർഷം. സംഘടനാപരമായി തെറ്റ് ചെയ്താലോ ആജീവനാന്തം പുറത്ത്. ഇത് ഞാൻ എഴുതിയല്ല, പച്ച മലയാളത്തിൽ വിചിന്തനത്തിലുള്ള കേട്ടോ, ഇതിലുള്ളതാ, കണ്ടോളി. KK സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്തു. എന്താ അവിടെ ഇരുവേറ്റിനെ നീക്കം ചെയ്തു എന്നില്ലാത്ത? ശ്രദ്ധിക്കണേ, KK സക്കരിയ സ്വലാഹിയും ഇരുവേറ്റിയെ നീക്കം ചെയ്തു എന്നല്ലേ നീതിബോധവും അള്ളാനെ വിശ്വസിക്കുന്നവർ ചെയ്യാ അല്ലേ? കേട്ടോളിയേ, എനിക്ക് കേട്ടോ. ആദർശ രംഗത്തും സംഘടനാ രംഗത്തും ദീർഘകാലമായ അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന KK സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നീക്കം ചെയ്തു. മാറ്റിയെന്നുമല്ല,
ഒഴിവാക്കി നീക്കോ. അതിനൊരു ചമ്മി പോലെ ചണ്ടി പോലെ അങ്ങനെ കിടന്നതായിരുന്നു, നിങ്ങൾക്ക് നീക്കം ചെയ്യും. അടുത്ത കേട്ടോ, ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അബ്ദുറഹ്മാനിന് പറ്റിയ 1 വർഷത്തേക്ക് സംഘടനയെ മാറ്റി. ഇത് വിചിന്തനാണ്, നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടില്ലേ? പെട്ടെന്റെ ശ്രദ്ധയെന്ന് ഞാൻ പറയാണ്. ആദർശപരവും സംഘടനാപരവും ചെയ്തപ്പോ എന്തായി? ആദർശമായിട്ട് ഗുരുതരമായൊക്കെ ചെയ്തോ, പക്ഷെ സംഘടനക്കെതിരെ ശബ്ദിക്കരുത്, ഞങ്ങളൊക്കെ കാണിക്കുന്ന അനീതിക്കെതിരെ പഞ്ചപുച്ഛമടക്കി നിന്നോളം നട്ടലില്ലാതെ ജീവിച്ചോളണം. എന്നാല് ആജീവൻ എന്ന് മരിച്ചാലും ചിലപ്പോ പല ക്ലാസ് ബ്ലോക്കിലൊക്കെ തന്നെ ഞങ്ങൾ നിർത്തിയേക്കും. പക്ഷേ സംഘടനാ വിരുദ്ധം ഈ ചെയ്തോ, എനിക്ക് തന്ന എല്ലാ കത്തിലുള്ള പ്രധാന പോയിന്റ് എന്തറിയോ? സംഘടനാ വിരുദ്ധം. ആദർശ വിരുദ്ധം എഴുതാൻ കഴിയുന്നില്ല, സൂചിപ്പിക്കാൻ കഴിയില്ല ഒന്നുപോലും. ആകെ പറ്റിയ ജീവിതത്തെ പറ്റി ഞാൻ അപ്പൊ തന്നെ തിരുത്തുകയും ചെയ്തു. പിന്നെ ഇനി ഒന്നുമില്ല, ഒന്നും ചൂടി കാണിക്കാനില്ല. നമുക്കെപ്പോഴും ഒരാൾ കോഴിക്കോട് ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതറിയോ? ഖുർആനും സുന്നത്തൊക്കെ അടക്കട്ടെ, സംഘടന എന്താ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് മതി. അത് ഇമാമിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെയുള്ള സമസ്തകൾ സംഘടന രൂപീകരിച്ചപ്പോൾ സംഘടനയെ തഖ്ലീദ് ചെയ്യണ്ട, മതപരമായ വിഷയത്തിൽ നിങ്ങൾ ഇമാമിയങ്ങളെ തഖ്ലീദ് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. കാരണം മനുഷ്യ സഹജമായ ഇച്ഛകൾ പിൽക്കാലക്കാരിൽ ഉണ്ടായിത്തീരും. അത് കഴിഞ്ഞിട്ട് മതി. ഞാന് സംഘടന എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിന്റെ ഈ കവർ പോലെയെന്ന് ഒരു ഉദാഹരണ സഹിതം പഠിപ്പിച്ചിരുന്നു പാലപ്പെട്ടി. അതിനൊരു പേപ്പർ, ഫുൾ പേപ്പർ ആ ഡോക്ടർ ലേഖനം എഴുതിയത് വിജ്ഞാനത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എത്രമാത്രം സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടില്ലേ ഓരോന്നും. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിരുന്നു? സംഘടന എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിന്റെ കവർ പോലെയാണ്. കാരണം എന്താ? ഈ മൊബൈലാണ് പ്രധാനം, ഇതിന്റെ സേഫ്റ്റിക്കാണിത്, ഇതിന്റെ സേഫ്റ്റിക്കാണ് ഈ കവറ്. ഒരാൾ ഇത് തച്ചു പൊട്ടിക്കാനായിട്ട് ഈ കവറ് മുറുക്കി പിടിച്ചു വിട്ടു കൊടുക്കൂല, ഞാൻ ഷഹീദാവും എന്ന് പറഞ്ഞാലോ. ആ ഉദാഹരണം പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് നെഞ്ഞി കിട്ടി. അപ്പോ ഒരൊറ്റ പേപ്പർ ലേഖനം എഴുത്താ. ആലോചിക്കണങ്ങള്. അപ്പൊ ആദർശപരം ചെയ്താൽ 1 കൊല്ലം. അല്ലെ ഇരുവേറ്റിന്റെ ആദർശപരം എന്താ? ബുക്കാരിന്റെ ബാപ്പ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. എത്ര നിസ്സാരാണ്, എത്ര നിസ്സാരം. സംഘടന അങ്ങനെ സർക്കുലർ അയക്കാൻ പാടുണ്ടോ? ഗുരുതര, ഓൻ ഒരിക്കലും സ്വർഗത്ത് പോകും തോന്നില്ല, ആ ജാതി ടൈപ്പാണ്. അപ്പോ മുജാഹിദ് ബാലുശ്ശേരി AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ബാപ്പ പറഞ്ഞാലൊന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര തെറ്റ്. ഇമാം ബുഖാരിയുടെ പിതാവിനെ പറഞ്ഞാലോ അത് കുറച്ച് നോർമൽ. ഇത് ദേഹേച്ഛക്ക് വഴിപ്പെടുന്ന ഗവേഷണമാണ്. മാത്രമല്ല, സാധാരണ മുജാഹിദുകളെ, നിങ്ങൾ നിങ്ങളുടെ മൗലവിമാരെ കുറിച്ച് മനസ്സിലാക്കിയത് തൗഹീദിൽ വിട്ടുവീഴ്ച ചെയ്യൂല എന്നല്ലേ? ചില മൗലവിമാരുടെ ഗീർവാണ പ്രഭാഷണം കേട്ടാൽ മുജാഹിദുകൾ തൗഹീദിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യൂല എന്നാണ്. അവരുടെ പ്രസംഗത്തിന്റെ വികാര വിചാരങ്ങൾ അളന്നെടുത്താൽ തൗഹീദ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബേജാർ എത്രയാണ്. പക്ഷേ സംഘടനാപരമായ വെഴുപ്പലക്കലുകളിൽ മുജാഹിദുകൾക്ക് തൗഹീദും പ്രശ്നമല്ല എന്നാണ് ബാലുശ്ശേരി പറയുന്നത്. എവിടെയാണ് വിഷയം? ബാലുശ്ശേരിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു നാട്ടിൽ അയാൾ പ്രസംഗിച്ചാൻ ചെന്നപ്പോ അവിടുത്തെ മോലിയാര് പറഞ്ഞു, ഏതോ കറാമത്തുള്ള മോലിയാരാന്നാണ് മൗലവിന്റെ വിശദീകരണം കേട്ടപ്പോ ഞമ്മക്കും തോന്നുന്നത്. എന്താണ് മോലിയാര് പറഞ്ഞത്? ബാലുശ്ശേരി പ്രസംഗിക്കാൻ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ മോലിയാര് പറഞ്ഞു, അള്ളാന്റെ തൗഫീഖോടുകൂടെ ബാലുശ്ശേരി ഇവിടെ പ്രസംഗിക്കാൻ വരൂല. ആ പ്രസംഗം മോലിയാര് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ബാലുശ്ശേരിനെ പുറത്താക്കി. അപ്പൊ കുറച്ച് മുജാഹിദീങ്ങള് AP അബ്ദുൽ ഖാദർ മൗലവിന്റെ അടുത്തും ടീപ്പിന്റെ അടുത്തും പോയിട്ട് കെഞ്ചി, അത്രേ നിങ്ങൾ ബാലുശ്ശേരിയെ ഞങ്ങളെ നാട്ടിക്ക് മാത്രം ഒന്ന് പ്രസംഗിക്കാൻ തരണം. അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കാൻ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലെ ISMമാരൊക്കെ ആ മൂല്യര് ഔലിയാന്ന് വിചാരിച്ച് ഖുറാഫാത്തുക്കും ശിർക്കും പോകും. അതുകൊണ്ട് മുജാഹിദീങ്ങൾ തൗഹീദും പേക്കാതെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ മൗലവിനെ ഞങ്ങളെ നാട്ടിക്ക് മാത്രം ഒരു റുഖ്സാത്ത് നിങ്ങൾ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ തരണം. TP പറഞ്ഞു, സംഗതി അങ്ങനെയൊക്കെയാണെങ്കിലും ബാലുശ്ശേരി പ്രസംഗിച്ചിട്ടുള്ള തൗഹീദ് വേണ്ടാന്നാണ്. ഈ ഫാറൂഖ് നാട്ടിൽ വന്നു, എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് ഒരു ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നു അവിടെ. അപ്പൊ അവിടുത്തെ മുസ്ലിയാർ പ്രസംഗിച്ചു, മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വരൂല, ഇന്റെ കറാമത്ത് കൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വരൂല. ആ ഇടയിലാണ് KNM എന്നെ പുറത്താക്കുന്നത്. മൊയ്ലിയാർ വീണ്ടും പ്രസംഗിച്ചു, കണ്ടോ എന്റെ കറാമത്തിന്റെ ആദ്യപടി ഓൻ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തുപോയി. നാട്ടുകാർ വിശ്വസിച്ച്. അപ്പൊ അവിടുത്തെ മുജാഹിദ് പ്രവർത്തകനായ ഫാറൂഖ് AP അബ്ദുൽ ഖാദർ മൗലവിന്റെ അടുത്തെത്തി. മൗലവി സുഖമില്ലാത്തോണ്ട് പറഞ്ഞു, മോനെ ഞാനല്ലേ ഇതിന് ഉത്തരവാദിത്തം, ചാലിയത്തേക്ക് ഇല്ലേ? ക്ലിയർ ക്ലിയർ. എന്താ ക്ലിയർ അറിയോ? ഇതിന്റെ എല്ലാ പിത്തനും ചാലിയത്തെ പ്രസിഡന്റ് ആവുന്ന TP അബ്ദുൽ കോയ മദനിയാന്നാ പറഞ്ഞിന്റെ ക്ലിയറിങ്.
ചാരിയത്ത് ഉച്ച വരെ എങ്ങാണ്ട് ഈ കുട്ടികൾ അവിടെ ഇരുന്ന് കെഞ്ചി. എന്താ കെഞ്ചി അറിയോ? മൗലവി കെഞ്ച എന്ന് പറഞ്ഞാൽ അക്സാ പോയത്തിലെത്തി എന്നാണ് അതിന്റെ അർത്ഥം. മുജാഹിദിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചു. ഒരു മൊയ്ലിയാരി ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിച്ചു, എന്റെ കറാമത്ത് കൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങോട്ട് വരൂല, മുജാഹിദ് ബാലുശ്ശേരി പുറത്താക്കപ്പെട്ടതിന്റെ കറാമത്ത് കൊണ്ട് അത് വേറെ പറയുന്നു. അതുകൊണ്ട് ബാലുശ്ശേരിയെ പുറത്തായിട്ടുണ്ടെങ്കിലും ഞങ്ങളെ നാട്ടിലെ പരിപാടിക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾ പെർമിഷൻ തരണോ, ഇല്ലെങ്കിൽ കുറെ ആള് മുശ്രിക്കായി പോകും. അയാൾ കറാമത്തുള്ളവനെന്ന് മനസ്സിലാക്കി അയാളോട് തേടും, അങ്ങനത്തെ ശിർക്കിലേക്ക് അവർ പോകും. ഈ നേതാവ് പറഞ്ഞേക്കണ്ടേ സംഗതി അങ്ങനെ ഒക്കെ ആണെങ്കിലും മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കണ്ട. അപ്പൊ ആർക്കാ തൗഹീദിനോട് സ്നേഹം? ഇത് ഹാജരായവരെ ഞാൻ സ്റ്റേജിൽ ഹാജരാക്കും. സംഗതി TP അതുവക്കോയ മദനി അങ്ങനെ പറയാനും കാരണമുണ്ട്. എന്താണ് കാരണം? ഈ മൗലവിമാര് ചെന്നിട്ട് ജനങ്ങളെയൊക്കെ പാടെ മുവഹീദാക്കാൻ നോക്കിയപ്പോ എത്തുന്നത് മുശ്രിക്കാ. മോലിയമാര് പറഞ്ഞതിനേക്കാളും എളുപ്പത്തിൽ ശിർക്കെത്താണ് TP അതുവക്കോയ മദന്റെ വിശ്വാസപ്രകാരം ബാലുശ്ശേരിയും സക്കരിയും പ്രസംഗിച്ചാൽ. മാത്രല്ല അതിനേക്കാളും വലിയൊരു ഇടങ്ങേറ് അതെന്താ അറിയോ? മുമ്പ് മുജാഹിദ് എന്ന് പറഞ്ഞ കുപ്പായക്കൊളർ കുലുക്കിയാണ്ട് എത്ര എളുപ്പ ചെറുപ്പക്കാർ ഓടി വന്നിനി. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ മുജാഹിദ് എന്ന് കേട്ടാ കിട്ടണ മടക്കോട്ടറിച്ചക്ക് കിട്ടിയ പൈസക്ക് കേറി പോവുകയാണ് മുസ്ലിംകളി. കാരണം വരുന്നില്ല. മാത്രമല്ല മൗലവി പറയാണ് എന്തറിയോ, ഒരു ഓണസദ്യക്ക് പോകാൻ കഴിയണില്ല. എങ്ങനെ? നബിദിന സദ്യക്ക് ഏതായാലും വരാൻ പറ്റ SBS വളി. അപ്പൊ അതിനേതായാലും പോകാൻ പറ്റ, പിന്നെ പള്ളർച്ചൊന്ന് കഴിക്കണ്ടേ? അതിന് പറ്റിയത് ഓണാണ്. ആ ഓണസദ്യക്ക് പോയാൽ അവിടുന്ന് എന്ത് ചോദിക്കാണ്? നാരായണൻ സാറ് ചോദിക്കാണ്, അല്ല മൗലവി നിങ്ങളാ ജിന്ന് പെട്ടുക്കണോ? നിങ്ങളാ ജിൻ അല്ല, എന്നിട്ട് നിങ്ങൾ ഉണ്ടാവില്ലാന്ന് ഞമ്മക്കറിയാം. അപ്പൊ ഇയാളൊന്നാണ് കുഞ്ഞാപ്പോയി ഉണ്ടാവില്ല പറഞ്ഞപ്പോ, അപ്പൊ നാരായണൻ സാറിനോട് ഈ മൗലവി പറയേണ്ടതാ, മൗലവി നാരായണൻ സാർ നിങ്ങൾക്ക് അതൊന്നും അറിയില്ല, അത് ഞങ്ങളെ വിശ്വാസപരമായ ഒരു കാര്യമെന്നല്ലേ പറയണ്ടേ? അപ്പൊ നാരായണൻ സാറ് ജിന്ന് മൗലവിക്ക് ഉണ്ടാവില്ല പറഞ്ഞപ്പോ അത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാന്ന് ആ സാധു മനസ്സിലാക്കി. പിന്നെ ഇനി ഒരു ഓണസദ്യക്ക് മര്യാദക്ക് പോയി ഊണ് കഴിച്ചു പോരണമെങ്കിൽ ഇമ്മൗലവിമാരെ വേല നിർത്തിയാലല്ലാതെ നടക്കൂലെന്ന് തീരുമാനിച്ചു. അതിന്റെ കഥ TP തന്നെ പറയണം. സമൂഹത്തിൽ ഇന്ന് അനുഭവിക്കുന്ന അപമാനം എന്താ ഞങ്ങൾ വിചാരിക്കുന്നത്? ഒരു മുജാഹിദാകുന്ന അഭിമാനമായിരുന്നു, അന്തസ്സായിരുന്നു. ഇന്ന് ജിന്ന് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് രാവിലെ ഒരുത്തിനെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു നേതാവുമായിട്ട് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ജിന്നില്ല, എന്നിട്ട് നിങ്ങൾ എന്താ അതൊക്കെ ജിന്ന് തന്നെ നിങ്ങളെ അഭിപ്രായമാണോ? TPന്റെ അല്ലാന്ന് എനിക്കറിയാലോ എന്നിട്ട് അപ്പൊ ഇയാളൊന്നും സാറായി. TPക്ക് അങ്ങനെ ഉണ്ടാവില്ല പറഞ്ഞപ്പോ ഒന്നും സാറായി. TP പറയണ്ടേ, അത് സാറേ നിങ്ങൾക്ക് തിരിയാത്ത കുറെ വിഷയം ഞങ്ങളിലുണ്ട്, അതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി സഹോദരന്മാരെ. മഹാനായ AP ഉസ്താദ് ഓണസദ്യക്ക് അങ്ങനെ സമയമില്ലാത്തത് കൊണ്ടും മറ്റ് സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ടും പോകാറില്ല. പക്ഷെ AP ഉസ്താദ് എത്ര സെക്രട്ടേറിയറ്റ് പോണ്, എത്ര പ്രധാനമന്ത്രിന്റെ ഓഫീസിൽ പോണ് അല്ലേ? മഹാനായ കാന്തപുരം ഉസ്താദ് മൻമോഹൻ സിംഗിന്റെ ഓഫീസിലെത്തിയാൽ ഇതര രാഷ്ട്രത്തിലെ നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കാറുള്ള ഓഫീസിലാണ് AP ഉസ്താദും മൻമോഹൻ സിംഗും ഇരിക്കാറുള്ളത്. ഒരൊറ്റ ആളും ജിന്നിന്റെ വർത്താനം പറഞ്ഞിട്ടില്ല, ഒറ്റ ആളും ചൈത്താന്റെ വർത്താനം പറഞ്ഞിട്ടില്ല. അവനാ നിൽക്കേണ്ട കാലിൽ നിൽക്കേണ്ടിയിരുന്നു. നിങ്ങൾ ഒരുപാട് കാലം ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ ശ്രമിച്ചു, അബദ്ധത്തിൽ ചെന്ന് ചാടി. ഞങ്ങൾ ഇസ്ലാമിന്റെ ആധ്യാത്മിക ധാരയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ സൗന്ദര്യത്തെ പ്രതിഫലിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ തലയിൽ മുണ്ടിടേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ അവസ്ഥയാണത്. അപ്പൊ ഈ സമൂഹത്തിൽ മുഴുവൻ നമ്മളെ പരിഹസിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയതാരാണ്? നേരം പുലരുമ്പോൾ ഇത് അവസാനിപ്പിച്ചു തരാം. നിങ്ങൾ ഈ നേരം പുലരുമ്പോത്തിന് ഇത് അവസാനിപ്പിച്ചു തരാം. കാരണം ബാലുശ്ശേരിനെ പുറത്താക്കിയോണ്ട് മാത്രം ഇത് അവസാനിക്കൂല. സക്കരിയ സ്വലാഹിനെയും പുറത്താക്കിയതുകൊണ്ട് ഇത് അവസാനിക്കൂല. കാരണം എന്താ, ഇപ്പൊ നാട്ടിലാകെ ജിന്ന് പാടുകയാണ് അല്ലേ? ഔദ്യോഗിക ഗ്രൂപ്പിന്റെ ഒറ്റ പോസ്റ്ററും അള്ളാന്റെ ഓഫീസോടുകൂടെ അങ്ങാടി കാണാനല്ല, കാണുന്നത് മുഴുവൻ എന്താ, സക്കരിയ ഒതായില് ബാലുശ്ശേരി ഇരുവേറ്റിയില് എന്നാണ്. ഈ ഒരു അവസ്ഥ കാരണം എന്താ, നിങ്ങള് മൗലവിക്ക് കൂടെയുള്ളവരെ വിശ്വാസമല്ല. 2 ദിവസം മുമ്പ് 2 ചെറുപ്പക്കാര് മുജാഹിദ് സെന്ററിൽ ചെന്നു. അങ്ങനെ മുജാഹിദ് സെന്ററിൽ നമുക്ക് ചില CD ഒക്കെ കിട്ടണ്ടീനി, അതിനും വേണ്ടി അങ്ങനെ പോയതാണ്. അപ്പോൾ തമാശക്ക് ചോദിച്ചു, അല്ല ഈ ബാലുശ്ശേരിയെ പുറത്താക്കിയതുകൊണ്ട്, ബാലുശ്ശേരി പുറത്തു പോയതുകൊണ്ട് നമുക്ക്
സമ്മേളനത്തിന് ക്ഷീണം പറ്റുമോ? അപ്പൊ ഓഫീസ് കുത്തിർക്കണോന്റെ ചോറ് ഓഫീസിലും കൂറ് ബാലുശ്ശേരിന്റെ അടുത്ത് അയാള് പറയാണ് സംഗതി ഇതൊക്കെ അധികാരാണ്, ഇതൊന്നും തൗഹീദിന്റെ പേരിലല്ല, ഇതാണ് TP അബ്ദുള്ള കോയ മദനിയെ കുഴക്കണത്. ആരെയാണ് വിശ്വസിക്കാൻ പറ്റാന്നൊരു പിടുത്തമല്ല. അങ്ങനെ മൗലവി പറയാണ് നിങ്ങളൊക്കെ പാടെ മൂകമായി ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് നിർത്തി തന്ന നേരം വെളുക്കുമ്പോത്തിന് ഇത് അവസാനിപ്പിച്ചേരാ. ഇതിനെ മൂകമായി പിന്തുണ നൽകുകയും എല്ലാ അർത്ഥവും നൽകി സഹായിക്കുകയും എല്ലായിടത്തും ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതിന് വിരുദ്ധമായി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മതപരമായ വീക്ഷണവും കാഴ്ചപ്പാടും കേരള നദവത്തുൽ മുജാഹിദിന്റെ നേതൃത്വം ഇത് അംഗീകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായാൽ എല്ലാവരും അങ്ങനെ അന്ധമായി വേണമെന്നല്ല പറഞ്ഞു. ഈ സംഘടനയിൽ എല്ലാരും അന്ധമായി വേണമെന്നല്ല പറഞ്ഞത്. പിന്നെ സംഘടനയിൽ നിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം? അന്ധമായി അനുകരിക്കണം, അന്ധമായി തക്ലീദ് ചെയ്യണം. ഷർത്ത് ജവാബ് മുമ്പ് അറിയിച്ച് കളഞ്ഞു പോയതാണ്. എല്ലാരും അന്ധമായി അംഗീകരിക്കണം എന്നല്ല, KNM നിൽക്കണമെങ്കിൽ അന്ധമായി അംഗീകരിക്കണം. KNM നിൽക്കാതെ നിങ്ങൾ അങ്ങാടിയിൽ കയറ്റിയിട്ട് വയല് അറിയണം, നിങ്ങൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞോളി. അവസാനം സക്കരിയ തീരുമാനിച്ചു, എനിക്ക് ഗവേഷണത്തിന് ശ്വാസം മുട്ടുന്നു, എനിക്ക് കണ്ടത് പറയണം, അതുകൊണ്ട് തൽക്കാലം ഞാൻ KNM എന്ന് പടിയിറങ്ങാണ്. സംഘടനയിൽ നിൽക്കണമെങ്കിൽ എന്ത് വേണം? അന്ധമായി തക്ലീദ് വേണം. അല്ല, പുറത്ത് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്, അതിന് നമുക്ക് ആർക്കും ഒരു വിരോധമില്ലല്ലോ. അതിന് വിരോധം ഉണ്ടായിട്ട് കാര്യമല്ല. ഇനി സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, മൗലവി ബാലുശ്ശേരി പറഞ്ഞത് മോലിയാരെ കറാമത്ത് ആണ് എന്ന് കരുതുന്നല്ലേ? ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ കരുതുന്നത്. കേരളത്തിൽ ആയിരക്കണക്കിന് സക്കാഫികളെ കുരുത്തക്കേട്. അതന്നെയാണ് ഞങ്ങൾക്ക് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമല്ല. കാരണം എന്താ അറിയോ, ബാലുശ്ശേരി മൗലവി പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. അതെന്താ? കേരളത്തിൽ നിന്ന് സഖാഫിയളം മുഴുവൻ തുടച്ചു നീക്കണം, മർക്കസ് പൂട്ടും വേണം. ഇന്ന് അവിടെ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കി തരുന്നതാണ് മൗലവിന്റെ ഡിസ്കൗണ്ട് ഓഫറും. ആ പ്രസംഗം ഒന്ന് നോക്കാൻ നിങ്ങള്, മൗലവിന്റെ പ്രസംഗം. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മുടെ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത് നിങ്ങൾക്ക് ഇന്ന്. എന്നാൽ കാലഘട്ടത്തിന്റെ ചരിത്രമുണ്ട്. കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ ചുവടുവപ്പുകളെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ള ആധുനിക മുസ്ലിം പണ്ഡിതനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദേ, അവിടുന്ന് കേരളത്തിന്റെ കവലകളിലേക്ക് ആദർശത്തിന്റെ പടച്ചട്ടയണിഞ്ഞ് പടച്ചുവിട്ട ആയിരക്കണക്കായ സഖാഫികൾ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വഹാബി പാതിരിമാരെ തെരുവുകളിൽ പരസ്യമായി വിചാരണ ചെയ്യുന്ന ശുഭകരമായ വാർത്തകളും സന്ദേശങ്ങളുമാണ് ഇന്ന് പൊതുസമൂഹം ആഘോഷിക്കുന്നത്. പക്ഷേ മുജാഹിദീങ്ങൾ പറഞ്ഞു, ആ ബാലുശ്ശേരിനെ തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ സ്കൂള് പൂട്ടും. അങ്ങനെ എന്ത് ചെയ്തു? കാര്യേപ്പിന്റെ എടുത്തിടുന്ന മാതിരി അങ്ങോട്ട് എടുത്തിട്ടു. അതാണ് ഉണ്ടായത്. ഇനിയും കുരുത്തക്കേട് തന്നെയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പച്ചക്കുബയുള്ള ജാറം 14 നൂറ്റാണ്ടുകളിലെ മുസ്ലിം സമുദായം അവരുടെ ആധ്യാത്മിക ഔന്നിത്യത്തിന്റെ അടയാളമായി തീർത്തു. അവർ സന്തോഷത്തോട് നോക്കിക്കണ്ട ആ പരിശുദ്ധമായ ആ മഖാം സൗദിയിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 2ാമത്തെ ദിവസം അടിച്ചു തകർക്കുമെന്ന് ആക്രോശിച്ച മൗലവിയല്ലേ സക്കരിയ. അന്ന് അള്ളാന്റെ ഹബീബിന്റെ പച്ചക്കുപ്പ തകർക്കുമെന്ന് ഓരിയിട്ട സക്കരിയുടെ മുമ്പിലെ പ്രവാചക പ്രേമത്തിന്റെ പ്രകീർത്തനങ്ങളെ പുഷ്കലമായ ഹൃദയങ്ങളിലേക്ക് കൈമാറി തന്ന ആധുനിക മുസ്ലിം കൈരളിയുടെ പ്രേമവാചനമായ കുണ്ടൂർ ഉസ്താദ്, മഹാനായ കുണ്ടൂർ ഉസ്താദ് അന്ന് തിരിച്ചടിച്ചു. അള്ളാന്റെ ഹബീബിന്റെ കുബ്ബ തകരില്ല,
തകരാൻ പോകുന്നത് കുബ്ബ തകർക്കാൻ തീരുമാനിച്ചവനാണെന്ന മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ വാചകങ്ങൾ അന്വർത്ഥമാക്കപ്പെടുന്നു കേരളീയ ചരിത്രത്തിൽ. സക്കരിയ പറഞ്ഞ വാക്ക് നോക്കുങ്ങൾ. ഒരുപാട് ജാരങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് താർക്കാൻ കേന്ദ്രമിന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. കേന്ദ്രമിന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുബ്ബ തകർക്കും. ഇപ്പോഴെങ്ങാനും സൗദി അറേബ്യയിൽ AP അബ്ദുൽ ഖാദർ മൗലവി രാജാവും അബ്ദുറഹ്മാൻ സലഫി ആഭ്യന്തരമന്ത്രിയായ തകർക്കുന്നത് സക്കരിയാന്റെ ഒടൽമത്തെ തലയാണ് അല്ലേ? KNM-നെങ്ങാനും സൗദി അറേബ്യയിൽ അധികാരം കിട്ടിയാൽ സൗദിയുടെ എയർപോർട്ടിൽ സക്കരിയ സൊലൈന്റെ നെതല് കാണാൻ പറ്റൂല. ഇവിടെ അധികാരമില്ലാത്തത് കൊണ്ടാണ് അബ്ദുറഹ്മാൻ സലഫിയും അബ്ദുൽ ഖാദർ മൗലവിയും സക്കരിയാനെയും ബാലുശ്ശേരിനെയും സഹിക്കുന്നത്. വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട്. ഇനി നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അതേ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കേണ്ടത് ഭക്തിയും വിവരവും ആത്മീയതയുമുള്ള ആലിമീങ്ങളാണ്. അവർ അത് മടക്കിത്തന്ന് അതിന്റെ പിന്നാലെ പോകേണ്ടവരാണ് മുസ്ലിങ്ങളോ. അതിൽ നിന്ന് സമുദായത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അഭിനവ ഗവേഷണത്തിന്റെ അല്പത്തരങ്ങളുമായി കേരളത്തിലേക്ക് വന്ന കക്ഷികൾക്ക് അവർക്ക് സംഘടനയാണ് അധികാരമാണ് വലുതോ. ദീനല്ലെന്ന് മൗലവിമാര് പറയുന്നതല്ല നമുക്ക് തെളിവോ. ഈ കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ അവിടെയും നമുക്കത് കാണാൻ കഴിയുന്നതാണോ. 921 വന്ന കേരളീയ വഹാബികൾക്ക് ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കണമെന്ന ആഹ്വാനത്തിന് അവരെ പ്രേരിപ്പിച്ചതെന്താണ്? ഈ രാജ്യത്ത് ഇമാമിങ്ങളെ പാദം പിന്തുടർന്നുകൊണ്ടോ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്, സാദാത്തുക്കളുണ്ട്. ആ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും സമര പോരാട്ടങ്ങളിൽ നിന്ന് സ്വയം ജീവനെ പേടിച്ച് തൊട്ടടുത്ത നാട്ടുരാജ്യത്തേക്ക് ഒളിച്ചോടിപ്പോയ KM മൗലവിയുടെയും കൂട്ടാളികളുടെയും തിരിച്ചുവരവിലുള്ള ജാള്യത മറച്ചു വെച്ചുകൊണ്ടോ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാൻ, സമുദായത്തിന്റെ അധികാരം കിട്ടാൻ KM മൗലവിയും അനുയായികളും ചെയ്ത ചപ്പടി വിധിയായിരുന്നു ഈ അഭിനവ ഗവേഷണം. ആ ഗവേഷണത്തിലൂടെ KM മൗലവിയും അനുയായികളും പറഞ്ഞത്, ഇവിടെ നിലവിലുള്ള തങ്ങന്മാരുടെയും ആലിമീങ്ങളുടെയും പറയിൽ നിങ്ങൾ നിൽക്കരുതെന്നാണ്. എന്തുകൊണ്ട് നിൽക്കരുത്? അവരുടെ തൗഹീദ് ശിർക്ക് കലർന്നതാണ്. അവരുടെ ഈമാനല്ല കുഫ്റാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും പറയിൽ നിന്ന് മുസ്ലിം ജനസാമാന്യത്തെ അടർത്തി മാറ്റാനുള്ള ആഹ്വാനമാണ് KM മൗലവി നടത്തിയത്. എന്തിന്? മൗലവിക്ക് ഖുർആനും ഹദീസും പറഞ്ഞ് സമുദായത്തിന്റെ അധികാരം ഏറ്റെടുക്കാനാണ്. ആ അധികാരവുമായി മുസ്ലിം സമുദായത്തിലെ ചില ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുത്ത് കേരളീയ വഹാബി പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ അതേ വഹാബി പ്രസ്ഥാനത്തിലെ കുറച്ചാളുകൾക്ക് സാമുദായിക അധികാരം മാത്രം പോലെ രാഷ്ട്രത്തിന്റെ അധികാരം കൂടി വേണം എന്ന് മനസ്സിലാക്കി. സാമുദായിക അധികാരത്തിന് തടസ്സം സാദാത്തുക്കളും പണ്ഡിതന്മാരുമാണ്. അവരിൽ നിന്ന് അടർത്തി മാറ്റാൻ ഗവേഷണം ഒന്നിവിടെ നടന്നു. അതിന്റെ ഫലമായി അവരൊക്കെയും കുഫ്ർ ആരോപിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് അതേ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന KC അബ്ദുള്ള മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിന്, മുഹമ്മദ് അലി ഹാജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് സാമുദായിക നേതൃത്വം മാത്രം പോരാ, രാഷ്ട്ര നേതൃത്വവും കൂടി ആവശ്യമാണെന്ന് വന്നു. അതിനെന്ത് വേണം? അതിന് വീണ്ടും ഖുർആൻ ഗവേഷണം ചെയ്യണം. ഈ രാജ്യത്തെ ഹൈന്ദവ വർഗീയവാദികൾ ഇന്ത്യ എന്നാൽ ഹിന്ദുത്വമാണ്, ഇന്ത്യ ദേശീയത എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ദേശീയതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യമുനാ നദിയുടെ തീരത്ത് സ്നേഹം പങ്കിടുന്ന ക്രൗഞ്ചമിഥുന പക്ഷികളെ അമ്പെയ്തി വീഴ്ത്താൻ ശ്രമിച്ച കാട്ടാളന്റെ വേട്ടാളന്റെ കൈപിടിച്ചുകൊണ്ട് അരുതെന്ന മാനിഷാദ പാടിയ മഹർഷിമാരുടെ മഹോന്നതമായ സന്ദേശങ്ങളെ അധികാരത്തിന് വേണ്ടി വൈകാരികമായി ആളിക്കത്തിച്ചതിന്റെ ആവർത്തനങ്ങൾ 940കളിൽ അബുല്ലാല മൗദൂദി ആരംഭിക്കുകയും കേരളീയ വഹാബി പ്രസ്ഥാനത്തിലെ ചില ആളുകൾക്ക് ആവശ്യമായി വന്ന രാഷ്ട്രത്തിന്റെ അധികാരമോഹം ഖുർആൻ ഗവേഷണത്തിലൂടെ തീർക്കുകയും ചെയ്തു. അങ്ങനെ നേരത്തെ ഇമാമിയങ്ങളെ തിരസ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുജാഹിദ് മൗലവി ഓതിയ ആയത്ത് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ഒരു മൗലവി അതേ ആയത്ത് മടക്കണം.
അപ്പൊ സംഘടനാ താല്പര്യങ്ങളുടെയും സ്വാർത്ഥമോഹങ്ങളുടെയും അധികാര ലക്ഷ്യങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ആയത്ത് മടക്കുമ്പോ ആശയം മാറുകയാണ്. ഈ മൗലവി മടക്കിയപ്പോ കിട്ടിയത് എന്താ നിങ്ങള് മദ്ഹബ് സ്വീകരിക്കാൻ, മസ്അല സ്വീകരിക്കാൻ ഇമാമിങ്ങളിലേക്കും സഹായം കിട്ടാൻ അമ്പിയാ ഔലിയാക്കളുടെ കറാമത്തിലേക്കും മാത്രം പോകലല്ല ശിർക്ക്. പിന്നെയോ ഈ രാജ്യത്ത് കിണറ് കിട്ടാനും റോഡ് കിട്ടാനും സോണിയാഗാന്ധിയോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്നാണ് അതേ ആയത്തുനിന്ന് വേറൊരു മൗലവിക്ക് കിട്ടിയത്. എന്താ മാറ്റം? ഇമ്മൗലവിക്ക് എക്സ്ട്രാ ഒരു ഉദ്ദേശം കൂടിയുണ്ട്, അത് രാഷ്ട്രത്തിന്റെ അധികാരമാണ്. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ, മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിനും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമോ? ചിന്തിക്കാൻ തന്നെ പറ്റൂല. പിന്നെയല്ലേ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കല്? അപ്പൊ സോണിയാഗാന്ധിയെയും കരുണാകരനെയും പറ്റൂല. പിന്നെ സോളിഡാരിറ്റിയുടെ അഡ്രസ്സിൽ CR നീലകണ്ഠൻ സാറ് പറഞ്ഞെന്നാൽ അത് അത്യാവശ്യം കൊള്ളാം. കണ്ടങ്ങള്, ഇത് അധികാരമാണ്. മടക്കിയ ആയത്തൊന്ന്, മടക്കിയ മൗലവിമാർ രണ്ട്, കിട്ടിയ തൗഹീദ് വേറെ കോലം. എന്താണ് ഈ മടക്കൽ? സ്വാർത്ഥ താല്പര്യത്തിന്റെ പിൻബലത്തിലാണ്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള മടക്കമാണ്. 1940 അബുല്ലാല മൗദൂദി ഖുർആനിക്ക് മടക്കിയപ്പോൾ അയാൾക്കുണ്ടായിരുന്ന ഹിഡൻ അജണ്ട ഈ രാജ്യത്തെ മുസ്ലിം സമുദായം, ഈ സമുദായത്തിന്റെ വേദനകളിൽ കരൾ പറിച്ചു കൊടുത്ത് കൂടെ നിന്ന സെക്കുലർ ഹൈന്ദവ സുഹൃത്തുക്കളുടെ, ഈ രാജ്യത്തെ സെക്കുലർ സമൂഹത്തിന്റെ സ്നേഹഭാവുകങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു ജനാധിപത്യ പോരാട്ട പ്രക്രിയകളിൽ പങ്കാളികളായിരുന്നവരായിരുന്നു മുസ്ലിങ്ങൾ. അങ്ങനെ പോയാൽ മൗദൂദിക്ക് രാജ്യത്തിന്റെ അധികാരം കിട്ടൂല. അപ്പൊ ജനങ്ങളെ മൗദൂദി പറഞ്ഞു പേടിപ്പിച്ചു. എന്താണ്? നിങ്ങൾ ഒരിക്കലും തന്നെ വോട്ട് ചെയ്യാൻ പാടില്ല, സോണിയാഗാന്ധിയെ സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആരെയും നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. അംഗീകരിച്ച ഇസ്ലാം എന്ന് പുറത്തു പോകും. എന്തിന്? ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മൗദൂദിയുടെ പിറകിലേക്ക് കൊണ്ടുവന്ന് അധികാരത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന വേളയിൽ അബുല്ലാല മൗദൂദി എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചത് എന്താണ്? രണ്ടു സംഗതിയാണ്. ആദ്യം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, എന്നിട്ട് ഞാനൊരു നവമുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചു. നവമുസ്ലിം എന്ന് പറഞ്ഞാൽ പൊന്നാനി പോയി വന്ന കൺവെർട്ടായ മുസ്ലിം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇതുവരെ ഞാൻ ഈ രാജ്യത്തെ ജനാധിപത്യം മാനിച്ചിരുന്നു, ഞാൻ ജനാധിപത്യം തൗഹീദിന്റെ ഘടകവിരുദ്ധമായതുകൊണ്ട്, താവൂത്തായതുകൊണ്ട് അതിനെ തള്ളിപ്പറഞ്ഞ് കലിമ ചൊല്ലി ഈമാൻ പുതുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അബുല്ലാല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് എന്ന് ജമാഅത്ത് സൈദ്ധാന്തികനായ ഒരു മൗലവി വിളിച്ചു പറയുകയാണ്. മൗദൂദി സാഹിബ് ഒരു ഭയങ്കരമായ പ്രഖ്യാപനം നടത്തിക്കളഞ്ഞു. എന്നെ പോലെ സൂക്ഷ്മതയുള്ള ആളുകൾ ചിലപ്പോൾ തിരുത്താൻ ഒരു സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് പറയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ആജാദി സെക്രട്ടറിയൊന്നും മൗദൂദ് സാഹിബിന് വേണ്ട. എന്താ പറഞ്ഞത്? ഞാനൊരു നവമുസ്ലിമാണ്, मैं एक नया मुसलमान हूं, ഞാനൊരു നവമുസ്ലിമാണ്. ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടി അത് പറഞ്ഞെഴുന്നേൽക്കാൻ ധൈര്യപ്പെടുമോ? ഈ നിൽക്കുന്ന ഞാനൊരു നവമുസ്ലിമാണെന്ന് പറയുവാൻ ധൈര്യപ്പെടാതെ അല്ലേ 75ാമത്തെ
കൊല്ലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മൗദൂദി സാഹിബ് തലകാലബന്ധിതനായിരുന്നില്ല. ഞാനൊരു നവമുസ്ലിമാണ്, ഇത് സമൂഹത്തെ ഇളക്കി മറിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇളകണം, സമൂഹം അതിനെ വ്യാഖ്യാനിക്കണം, ഇളകി വരിയണം, കോർമയിർക്കൊള്ളണം, പ്രകമ്പനം ഉണ്ടാക്കപ്പെടണം. അതിനൊരുപാട് പറഞ്ഞാൽ ഉണ്ടാവില്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചാലൊന്നും ഉണ്ടാവില്ല. കടഞ്ഞെടുത്ത ഒറ്റയടി വാക്ക് വേണം. പക്ഷെ ആ വാക്കുണ്ടായ പിന്നെ കിട്ടുന്ന അടി പുറത്തേക്കാനും. അങ്ങനെ മൗദൂദ് ഇത് പറഞ്ഞപ്പോ കോർമകൾ കൊണ്ടു, പ്രകമ്പനം കൊണ്ടു, പിന്നെ മലയാളത്തിൽ എന്തൊക്കെ ഉണ്ടാകണോ അതൊക്കെ ഉണ്ടായി, ഒക്കെ ഉണ്ടായി. പക്ഷെ അവസാനം ജമാഅത്ത് മൗലവിമാര് കൂട്ടിലായി. അങ്ങനെ കൂട്ടിലായപ്പോ പിന്നെ തടി കാക്കാനുള്ള എല്ലാം പിന്നെ വീണ്ടും പറഞ്ഞു. വയനാട് ജില്ലയിൽ ഒരു കാർക്കൂൺ അൽക്ക ഓഫീസിൽ ഒളിച്ചിരിക്കണ ജമാഅത്തുകാരെ തെരഞ്ഞ് പോലീസ് ചെല്ലുകയാണ്. അപ്പൊ ജമാഅത്തുകാര് ബോർഡ് വെല്ലം കെട്ട് പിന്നാമ്പുറത്തേക്ക് വെച്ചിട്ട് റൂമിൽ ഇരുന്നിട്ട് പൊരിഞ്ഞ കുത്തുബിയത്ത് ചെല്ലല് യാ ശൈഖ് മുഹീദ്ദീൻ. അപ്പൊ കൂട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിം പോലീസുകാരൻ പറഞ്ഞു, സാറന്മാരെ ഇവര് ജമാഅത്തുകാരല്ല, ഒരു കുത്തുബിയത്ത് ചെല്ലാറില്ല, ഇത് സുന്യാളാ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് തടി കാത്ത കഥ പറയാറുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? ജമാഅത്തുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. മൗലവി ചോദിക്കപ്പോ അങ്ങനെ പറയാൻ ധൈര്യമില്ലാതെയല്ലേ നമ്മളൊക്കെ ജമാഅത്തുകാരായത് നോക്കിയാണ്. ഇപ്പത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞാല് അത് എവിടെ പള്ളി കയറിയോ അവിടെ ഇങ്ങനെ തലയെണ്ണിയ തൗഹീദാണ്, തലയെണ്ണിയ നിക്കാരാണ്. ആ പള്ളി കയറിയിട്ട് ഇങ്ങനെ എണ്ണി വെക്കും. ഇവിടെ കുനൂ തോന്നണോലാ തോനെ എന്നാ ഓരൊപ്പം കൂടും. എന്നാ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന ചെല്ലണോലാണോ എന്നാ അതിന്റെ ഒപ്പം കൂടും. അങ്ങനെ തലയെണ്ണിയുള്ള ദീനായിട്ടാണ് ഇപ്പം ജമാഅത്തുകാർ ദീൻ കൊണ്ടാടുന്നത്. ചില ആളുകൾ സംശയത്തോടു കൂടി ചോദിക്കും, അപ്പൊ നിങ്ങൾക്ക് ഒരാദർശപരമായ ഒരു കരുത്തില്ല അല്ലേ? ആ പള്ളിയിൽ ചെന്ന് നോക്കുക കാണാൻ ദ്വാ ചെയ്യുന്നത്, ഈ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ ദ്വാ ഇല്ല. അവിടെ ഒരാൾ കാണാം പിന്നെ ഇമാമിന്റെ പിന്നിൽ ഇരുന്നിട്ട് ദ്വാ ചെയ്യുന്നു. ഇപ്പുറത്തെ ഒരു ജമാഅത്തുകാരൻ കാണാം ഇമാമ് ദ്വാ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മൂടും തട്ടി എഴുന്നേറ്റ് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഉറപ്പില്ലേ? നിങ്ങൾ അവസരവാദികളാണല്ലേ എന്ന് ചോദിക്കുന്നു. എങ്കിൽ പിന്നെ മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്, മതത്തിന്റെ ലക്ഷണമല്ല ഉറപ്പ്. ഇനി ഇടക്ക് പ്രവർത്തകര് മുത്തഅല്ലിമീങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയാണ്. നിങ്ങളൊക്കെ സാധാ മജ്ലിസിൽ ചെയ്യാത്ത സ്വതക്ക ചെയ്യണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ അബ്ദുള്ള മൗലവി ചോദിക്കുന്നുണ്ട്, എന്താ അറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ആരാണ് മതത്തിലേക്ക് വരാൻ തയ്യാറുള്ളത്? എന്താ ഈമാൻ പുതുക്കണ്ടേ? ഒരാള് കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് വന്ന ജമാഅത്തുകാരൻ ഒരു മുസ്ലിം ജമാഅത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ വെറും ഫിത്റായിരി ഒളിയത്തും നോക്കിയാ പോരാ, ഓൻ പൊന്നാനി പോയി കെലിമ ചൊല്ലണം. ആയത്തോതി അർത്ഥം പറഞ്ഞ് പോകാൻ എളുപ്പമാണ്. അത് ജീവിതത്തിന്റെ ദൗത്യമായി മുദ്രാവാക്യമായി അംഗീകരിക്കുവാൻ സന്നദ്ധരാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്ഥാനത്തിൽ വരാൻ ധൈര്യമുണ്ടോ? വരിക. അങ്ങനെ ആരും പ്രസ്ഥാനത്തിൽ വരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പണ്ട് ചൊല്ലിയത് വെച്ചുകൊണ്ട് വരിക, അങ്ങനെയല്ല. തീരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളോണ്ട് ചെല്ലാത്ത CR നീലകണ്ഠനും അതുപോലെ നമ്പൂതിരി സാറും മുരുകനും അതുപോലെ തന്നെ കോമാളനൊക്കെയാണ് ഇപ്പൊ ജമാഅത്തിലെ മെമ്പർമാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുണ്ടെന്നെ വേണ്ട ഒരിക്കൽ പോലും. അതെന്താ മാറ്റം എന്നറിയങ്ങള്? ജമാഅത്ത് മൗലവിന്റെ വാക്ക് കേട്ടിട്ട് നാടാകെ പ്രകമ്പനം കൊണ്ടിട്ട് ഒറ്റയടി വാക്കിൽ വർത്താനം പറഞ്ഞപ്പോ നടുപ്പുറത്ത് കിട്ടിയ അടി. അപ്പം ജമാഅത്ത് മൗലവി ഇപ്പൊ പറയാ, ഇപ്പം ജമാഅത്ത് അങ്ങനെ പറയാറില്ല, ഇപ്പൊ തടി കാത്തിട്ടാ പറയാറുള്ളത്. അടിയന്തിരാവസ്ഥ കാലത്ത് ആവർത്തിച്ചുള്ള നിരോധനത്തെ അതിജീവിക്കാൻ കഴിയാത്ത ജമാഅത്തെ ഇസ്ലാമി സൗകര്യപൂർവം തൗഹീദിന് ശിർക്കിനെ തൗഹീദാക്കി മാറ്റുന്ന പ്രക്രിയ. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്, നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാതെ പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. ആ കളി വയന്ന കളിയാണ്. അത് പഞ്ചായത്ത് ഇലക്ഷനിൽ ബോധിയായി. അപ്പൊ പിന്നെ സഹോദരന്മാരെ, ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു? ഒന്ന് മാറ്റിപ്പിടിച്ചു. മുമ്പ് ഒരു കളവ് കേസിൽ മസാല തേടിപ്പോയി മുജാഹിദ് മൗലവിന്റെ അടുത്ത്. അപ്പൊ മൗലവി പറഞ്ഞു, പരിഹാരമായി ഒരു ഒലക്കങ്ങനെ കുത്തിർത്തിയിട്ട് അത് മൂടോളം നെല്ല് കൊടുക്കണം. അപ്പൊ ഒരാൾ പറഞ്ഞു, മൗലവി ഇങ്ങളെ മകനുണ്ട്. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ ഒലക്ക കുത്തിർത്തണ്ട, കടത്തിയിട്ട് മൂടിയാ മതി, 4 പറ ആദായം കിട്ടും.
ഈ മസ്അല തൗഹീദിൽ എങ്ങനെയാണ് ഖുർആനിലേക്ക് മടക്കുന്നത്? അവർ യുക്തിയുടെ അടിത്തറയിലാണോ, ദേഹേച്ഛയുടെ പിൻബലത്തിലാണോ, സംഘടനാപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്? ഇമാമിങ്ങളെ ഇത് പിടികൂടിയിട്ടില്ല. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇമാമിങ്ങൾ പറഞ്ഞ മതവിധിയിൽ അടിയുറച്ചു നിന്നോ മുസ്ലിമേ? ഇനി ഇവർക്ക് എങ്ങനെയാ മതം തീരുമാനിക്കുന്നത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. പിന്നെ യോഗം കൂടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവി പറയുന്നുണ്ട്, ജമാഅത്തിന്റെ അമീർ ഇപ്പൊ ഒരു സ്വതന്ത്ര മുജ്തഹിദാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുണ്ട് ഉമരി സാഹിബ്. ആ ഉമരി സാഹിബ് ഒരു സ്വതന്ത്ര മുജ്തഹിദാണ്. ഷാഫി ഇമാമിനെ പോലുള്ള ഒരു കടഞ്ഞെടുത്ത സാധനമാണ് എന്നാ മൗലവി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സയ്യിദ് ജലാലുദ്ദീൻ അൻസർ ഉമരി സാഹിബ്, അദ്ദേഹം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളാണ്, ഒരു മുജ്തഹിദാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, പക്ഷേ അയാൾ മാത്രല്ല മുജ്തഹിദ്, കുനുകുനേന മുജ്തഹിദാണ്. ജമാഅത്തെ ഇസ്ലാമിയിലെ ശൂറയിൽ ഓരോരുത്തരും മുജ്തഹിദാണ്. അങ്ങനെ എന്ത് ചെയ്യും? മൗലവിമാര് ഓരോ മാസവും കോഴിക്കോട് ഇറാൻ സെന്ററിൽ യോഗം കൂടുമ്പോൾ ഒരു മാസക്കാലം ഖുർആനും ഹദീസും പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച 40 മൗലവിമാർക്ക് 400 കോലത്തിൽ മസാല കിട്ടും. ഈ മസാലയൊക്കെ പാടെ എത്താക്കാട്ട് അത് നേരെ ഹിറാ സെന്ററിൽ കൊണ്ടുപോയി മേശപ്പുറത്ത് വെക്കും. എന്നിട്ടത് ബോട്ടിനിടും. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനക്ക് ഭൂരിപക്ഷം നോക്കിക്കൂടാ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഭൂരിപക്ഷം നോക്കിയിട്ട് തൗഹീദ് തീരുമാനിക്കാൻ. അതങ്ങനെ പച്ചിലല്ല മൗലവി പറയുന്നത്. ഖുർആനും ഹദീസും നോക്കി, ചുമര് വായിച്ച്, ബോർഡ് നോക്കി, സ്വാംശീകരിച്ചിട്ട് സർക്കുലറായി അയക്കും നോക്കി അയാൾ പറയണേ. അത് ജമാഅത്തേരെ മലയാളം ആയതുകൊണ്ട് പെട്ടെന്ന് തിരിയാത്തിനാണ് ഞാൻ പച്ച മലയാളത്തിൽ അർത്ഥം വെച്ചത്. അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ട്. കാരണം ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരുമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതെ, ഷാഫി ഇമാമിന്റെ അടുത്ത് കണ്ട് എത്തുവോ? അബു ഹനീഫ ഇമാമിന്റെ അടുത്തേക്ക് എത്തുവോ? പോകട്ടെ, അവരെ ബുദ്ധിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള മുതലുണ്ടോ? അവർ ഖുർആൻ മുത്താലഅ ചെയ്യുന്നുണ്ട്. ഷാഫി ഇമാമിന്റെ അത്ര ഉണ്ടാകുവോ? ഹദീസുകൾ പഠിക്കുന്നുണ്ട്. ഷാഫി ഇമാമ് പഠിച്ചത്ര ഉണ്ടോ? ലോകത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും പഠിക്കാൻ ശ്രമിക്കുകയും കാലത്തെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ അത് തൗഹീദിൽ പാടില്ലാത്തതുമാണ്. തൗഹീദിൽ അത് പാടില്ല. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് വരെ, അഷ്റഫുൽ ഖൽഖ് മുതൽ സമകാലിക സമുദായം വരെ തൗഹീദിൽ വ്യത്യാസങ്ങളില്ല. കർമ്മപരമായ വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും അന്വേഷിക്കാനും അർഹതയുള്ള ആളുകളുടെ അന്വേഷണത്തിൽ വൈവിധ്യങ്ങളായി രൂപപ്പെട്ടു വന്നേക്കാം. ഒരിക്കലും അത് എല്ലാ അണ്ടനും അടകോടനും നൽകപ്പെടാവുന്ന സർട്ടിഫിക്കറ്റ് അല്ല. പക്ഷെ ഈ ഭിന്നങ്ങളായ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും എന്നിട്ട് ഏകമുഖമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അണികളിൽ ആ അഭിപ്രായങ്ങൾ എത്തിക്കുവാനുമുള്ള ചടുലമായ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. എന്താണ് ആ സംവിധാനം? അതൊരു DNA ടെസ്റ്റും അല്ല. പിന്നെ തലയെണ്ണും ഭൂരിപക്ഷം നോക്കും. അങ്ങനെ ഓരോ കാലത്തെ മുശാവറയിലും ഭൂരിപക്ഷം ഏനാ തൗഹീദ് കിട്ടുന്നത് അത് തൗഹീദായി ആ ആഴ്ചക്ക് സർക്കുലർ പോകും. സോളിഡാരിറ്റിക്കാരൻ അത് മാറോട് ചേർത്തിട്ട് ആ ഒരാഴ്ചക്കുള്ള തൗഹീദായി അത് അംഗീകരിച്ചു കൊള്ളണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദ്. അങ്ങനെ സഹോദരന്മാരെ മാറി അല്ലേ? മൗദൂദി കലിമ ചൊല്ലി ഉണ്ടാക്കിയ മൗദൂദി പ്രസ്ഥാനം ഇപ്പോൾ എവിടെ എത്തി? ഇപ്പം ജമാഅത്തേര് പറയുന്നത് നമ്മളൊക്കെ മരിച്ചണീന്റെ ഇടക്ക് മദീനത്തും മക്കത്തും പോണെന്നാ ദ്വാരക്കൽ. ജമാഅത്തേരെ ദ്വാ പഠിച്ചോനെ മൗത്താകണീന്റെ മുമ്പ് ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പറിനേലും ആക്കാതെ മൗത്താക്കല്ല പഠിച്ചോനെ ഈമാൻ വിളിച്ചാവൂല എന്നുള്ളതാണ്.
ആരാ പറയുന്നത്? സ്വന്തം മക്കളെ SSLC സർട്ടിഫിക്കറ്റ് അടുക്കളയിലിട്ട് കരിച്ചു കളഞ്ഞു. എന്തിന്? ഒരു PSC പരീക്ഷാ ടെസ്റ്റിലൂടെ തന്റെ മകൻ ഒരു പഞ്ചായത്ത് ഓഫീസിലെ തൂപ്പുകാരനായ തൗഹീദ് പോകുമെന്ന ആശങ്ക കൊണ്ട് ആ ജമാഅത്ത് ഇപ്പൊ ദ്വാരക്കണത് മൗത്താകണീന് മുമ്പ് ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറെങ്കിലും ആക്കി മൗത്താക്കണേ അല്ല എന്നാണ്. എവിടുന്ന് കിട്ടി? അത് പിന്നീട് തടി കേടുന്നപ്പം ഭൂരിപക്ഷം കിട്ടിയതേന അത്തൗഹീദിഞ്ഞു വേണ്ട, തടി കേടരാത്ത തൗഹീദ് മതി എന്നതായി. ജീവനപ്പേടിയുള്ള മൗലവിമാർക്ക് ഭൂരിപക്ഷം കിട്ടി. അവിടെ മാത്രമല്ല, ഒരുപാട് വിഷയത്തിൽ ഒറ്റൊന്നുകൂടി പറയട്ടെ. അബുല്ലാല മൗദൂദി തന്റെ ജീവിതകാലത്ത് ഒരു പെണ്ണിനെയും പൊതുപ്രവർത്തനത്തിന് കൊണ്ടുവന്നില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഗവേഷണം ചെയ്ത് കൂരിയാട് വെച്ച് സമ്മേളനം നടത്തിയപ്പോൾ അതിൽ ആദ്യമായി അവരുടെ ശൂറയിൽ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ കൂരിയാടുള്ള ജമാഅത്തിന്റെ സമ്മേളനത്തിന്റെ വേദിയിൽ ഒരു പെണ്ണും ബാക്കി ആണുമാണ്. ആ പെണ്ണ് ശൂറയിൽ എത്തിപ്പെടുകയും ചെയ്തു. പക്ഷേ പെണ്ണൊരുമ്പട്ടാൽ കേട്ടിട്ടില്ല നിങ്ങള്, പിന്നൊക്കെ കീഴടം. പിന്നെ കുറച്ചു കൊല്ലം കഴിഞ്ഞ് കുറ്റിപ്പുറത്ത് സമ്മേളനം നോക്കിയപ്പോ നമ്മൾ കണ്ടത് എന്താ? നമ്മൾ കണ്ടത് സ്റ്റേജിന്മ ഒരു ആണും ബാക്കിയൊക്കെ പെണ്ണുമാണ്. ഈ മാറ്റം എവിടുന്ന് വന്നു? സഹോദരന്മാരെ, ഏതാ ജമാഅത്തെ ഇസ്ലാമി? ഗാന്ധിജിയുടെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമ്മേളനത്തിൽ ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ അനുമതി തേടിയ ഗാന്ധിജിയുടെ മുമ്പിൽ വെച്ച നിബന്ധനയുണ്ട്. ആ നിബന്ധനയുടെ കൂട്ടത്തിൽ ഒരു നിബന്ധന, നിങ്ങളുടെ കൂടെ സാധാരണ സ്ത്രീകൾ ഉണ്ടാകും, ആ സ്ത്രീകളുമായി നിങ്ങൾ സ്റ്റേജിൽ വരരുത്. പിന്നെ എവിടെയാ വരണ്ടേ? അത് സുന്നിയാളെ വേദനയുള്ള മാതിരി പെണ്ണുങ്ങൾക്കായിട്ട് മറകെട്ടിയ സ്ഥലം ഉണ്ടാവും, അവിടെയായി ഇരുത്തേണ്ടത്. മൗദൂദിന്റെ കാലത്തെ ജമാഅത്ത്, മൗദൂദിയുടെ പിന്തലമുറക്കാരെ ജമാഅത്ത്. ഇന്നത്തെ ജമാഅത്ത് സോളിഡാരിറ്റി ആയപ്പോ മൗദൂദിനെ പറ്റി ചോദിച്ചാൽ പറയും, എന്ത് മൗദൂദി, ഞങ്ങൾ അയാളെ അറിയില്ല, അയാൾ പാകിസ്ഥാനിയാണ് എന്നാ മറുപടി. പാറ്റ്ന സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രഭാഷകനെ ആയിരുന്നില്ല. അദ്ദേഹത്തെ വേദിയിൽ പോലും കയറ്റിയിട്ടില്ല. അദ്ദേഹം സമ്മേളനത്തിൽ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ 4 ഉപാധികളോടെയാണ് സമ്മേളനത്തിന് വരാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്. എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല, സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും, സാധാരണഗതിയിൽ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഒപ്പം ഇരുത്താൻ പറ്റില്ല, സ്ത്രീകൾക്കായി സംവിധാനിച്ച പ്രത്യേകം സെക്ഷനിൽ മാറിയിരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഉപാധികൾ വെച്ചതിന് ശേഷം ഉപാധി എന്ത്? സ്വന്തം ഭാര്യന്റെ കൂടെ ഇരിക്കാൻ ഗാന്ധിജിക്ക് ജമാഅത്തിന്റെ സ്റ്റേജിൽ അധികാരമില്ല. ആ ജമാഅത്തിന്റെ പരിണാമം കണ്ടില്ലങ്ങള്. ഭൂരിപക്ഷം കിട്ടി, ഒരു പെണ്ണ് ശൂറയിലെത്തിയപ്പോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ പെങ്കൂസന്മാരായി. അങ്ങനെ കുറ്റിപ്പുറത്തെ സമ്മേളനത്തിൽ ആരാന്റെ പെണ്ണുങ്ങളൊപ്പം ആരിഫ് അലി മൗലവി എന്ന അമീർ ഇരിക്കുന്നിടത്ത് കാര്യങ്ങളെത്തി. ഭൂരിപക്ഷം മാറി മറിഞ്ഞു വന്നതാണ്. ഭൂരിപക്ഷം മാറി ഇത് ഗ്രാമപഞ്ചായത്ത് സഭയല്ല, അള്ളാഹുവിന്റെ ദീനാണ്. ഓ സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ഇസ്ലാമിൽ മറിമായങ്ങൾ നടത്തിയിട്ടും മൗലവിമാരുടെ പിന്നിലേക്ക് മൗലവിമാരെ പിന്തുടർന്നുകൊണ്ടോ സാധാരണ മുജാഹിദുകൾ പോകാനുള്ള കാരണമെന്തോ? അന്ധമായ അനുകരണത്തിലേക്ക് അനുയായികളെ മൗലവിമാര് കൊണ്ടുപോകുന്നു. അന്ധമായ പണ്ഡിത വിരോധത്തിലേക്ക്, അന്ധമായ ഇമാമിങ്ങളോടുള്ള വെറുപ്പിലേക്ക് സാധാരണ മുസ്ലിങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയതിന്റെ പ്രത്യാഘാതമാണ്. എന്താ ഖുർആനും സുന്നത്തും നോക്കി എല്ലാരോടും വാളെടുത്ത് വെളിച്ചപ്പാടാകാനല്ല മുജാഹിദ് പറഞ്ഞത്. TP അബ്ദുൽ അതിന് കൃത്യമായി പറയുന്നുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഖുർആനും സുന്നത്തും നോക്കുക. അതെന്നപ്പോ ജംഇയ്യത്തുൽ ഉലമയിലെ മൂവർ സംഘത്തിനാണ് അധികാരം, അല്ലാത്തവരൊക്കെ ഔട്ടാണ്. എന്നാൽ ആ സംഘം സർക്കുലറായി മതം അയച്ചു തരും. ആ അയച്ചു തരുന്ന മതത്തിന്റെ അപ്പുറത്തൊരു ഖുർആനും ഹദീസും തേടിപ്പോകാൻ ഫത്വ ബോർഡ് മെമ്പറായ സക്കരിയാക്ക് പോലും അധികാരമല്ല. പോയാലോ KNM വേദിയിൽ ഇരിപ്പിടുണ്ടാവില്ല.